പോകാം. ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ ഈ ടീച്ചറിന് പറയാനുള്ളത്, ക്യാമറയും മൈക്കും ഓഫ് ചെയ്ത് വെച്ചാല് ടീച്ചർ പറയുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. സംശയമുള്ളപ്പോൾ നമുക്കത് പരിഹരിച്ച് ആ സംശയം നിവാരണം ചെയ്ത് പോകാം. കാരണം ചിലപ്പോൾ നിങ്ങളുടെ അവിടെ റേഞ്ചിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്യാമറ, നമുക്ക് ഇപ്പൊ തൽക്കാലം ക്യാമറ വേണ്ട, മൈക്കും വേണ്ട, ടീച്ചർ ചോദിക്കുമ്പോൾ മാത്രം മതി. അതുപോലെ സാറ് മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇമോജീസ് വെറുതെ തമ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ. നമുക്ക് കാര്യങ്ങളിലോട്ട് പോകാം. നമുക്ക് ആകെ എല്ലാ മക്കളുമാർക്കും സംസ്കൃതം ഇഷ്ടമാണെന്ന് ടീച്ചറിന് അറിയാം. നമ്മൾ ഇഷ്ടപ്പെട്ടാ പഠിക്കുന്നത്, കഷ്ടപ്പെട്ടല്ല അല്ലെ. ഇഷ്ടപ്പെട്ട് നമ്മൾ സംസ്കൃതം പഠിക്കുകയാണ്. സംസ്കൃതത്തിലെ അക്ഷരങ്ങൾ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 8 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കൂട്ടി വെച്ച് അക്ഷരങ്ങൾ വായിക്കാനും നന്നായി മനസ്സിലാക്കാനൊക്കെ നമുക്ക് പഠിച്ച് നമുക്ക് വിജയിച്ചവരാണ് സ്കോളർഷിപ്പ് പരീക്ഷ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആകെ 8 പാഠമാണുള്ളത്. 8 പാഠമാണുള്ളത് പരീക്ഷയ്ക്ക്. ഇവിടെ സ്ക്രീനില് ചോദ്യങ്ങൾ കാണാം. ആ ചോദ്യങ്ങളിൽ ടീച്ചർ വായിച്ച് അതെന്താണെന്ന് പറഞ്ഞു തരാം. എഴുതിയെടുക്കുന്നവർ അവിടെ നിന്ന് എഴുതിയെടുക്കുക. ബഹളം ഒന്നും ഉണ്ടാക്കരുത്, മൈക്ക് ഓൺ ചെയ്യരുത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പില് ഈ നോട്ട്സും കൂടെ ഇടുന്നതായിരിക്കും. അപ്പൊ എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കൊന്നും വേണ്ട. ഈ നോട്ട്സ് നമ്മുടെ സ്കോളർഷിപ്പിന്റെ ഗ്രൂപ്പില് പ്രസാദ് മാഷ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് ആകെ അതിമനോഹരങ്ങളായ അല്ലെ, മനോഹരം, നിങ്ങളെപ്പോലെ നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ഉള്ള കുഞ്ഞുങ്ങളെ പോലെയുള്ള ഒന്നാമത്തെ പാഠം അല്ലെ, ജീവനം മനോഹരം എന്ന പാഠം. നമ്മുടെ ജീവിതം എത്ര മനോഹരമാണ്. ആ 2 വാക്ക് തന്നെ സംസ്കൃതത്തിൽ അർത്ഥമുള്ളത് തന്നെയാണ് അല്ലെ, മനോഹരമാണ്, അതിമനോഹരം. അതിമനോഹരമായ ആ പാഠത്തില് നമ്മൾ ഭംഗിയുള്ള കുറച്ച് പദ്യം, ഒരു ശ്ലോകമാ പഠിച്ചല്ലേ, ഒരു കവിത ചൊല്ലിയാ പഠിച്ച നമ്മള്. പശ്യത്തു മൃത്തിലേ മമ നിലയം എന്ന് പറഞ്ഞ് നമ്മൾ ആ പാഠഭാഗം വളരെ ഗംഭീരമായി കാണാതെ പഠിച്ചു. ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതനുസരിച്ച് നിങ്ങൾ ഏറ്റു ചൊല്ലി. അതിലെല്ലാ വരികളും നമുക്ക് മനഃപ്പാഠമാണ്. അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ നിന്നും നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷ, മൈക്ക് ദയവ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്യൂ. നല്ല കുഞ്ഞുങ്ങളാ, പറഞ്ഞാൽ കേൾക്കുന്ന നല്ല മിടുക്കന്മാരും ആണെന്ന് ടീച്ചറിന് അറിയാം. അപ്പോ ഈ മനോഹരമായ നമ്മൾ ആ പദ്യം പഠിച്ചപ്പോ ആ ശ്ലോകം, കവിതകളിലെ എല്ലാ വരികളും നമുക്ക് കാണാപ്പാടാണ് അല്ലെ. ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ പറയും. അപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡല് നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർമാര് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ തന്നെ മാഷിനോട് ഷെയർ ചെയ്യാൻ പറയാം. അപ്പൊ നമ്മള് പരീക്ഷയുടെ ഒരു സ്വഭാവം ടീച്ചർ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാമെന്ന് വിചാരിക്കണോ. നമ്മൾ പാരഗ്രാഫിൽ നിന്ന് ഉത്തരങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതി, ചിത്രങ്ങൾ തന്ന ഉത്തരങ്ങൾ എഴുതി. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷയൊക്കെ നമ്മൾ അങ്ങനെ എഴുതിയത്. സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ആകെ 50 ചോദ്യങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുക. അത് സംസ്കൃതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ജനറൽ ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ GK ക്വസ്റ്റ്യൻസ് പ്രയാസമില്ലാത്ത തരത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള GK ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതാനുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഒരു സ്വഭാവം. അപ്പോ ഒന്നാമത്തെ പാഠം 8 പാഠഭാഗത്തിൽ നിന്നും വരാൻ, മൈക്ക് ഓഫ് ചെയ്യണേ. ടീച്ചറിനും ക്ലാസ് എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. 8 പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയോളൂ, കണ്ടോ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്ക് ആദ്യത്തെ ചോദ്യം കണ്ടോളൂ. കുറെ ചോദ്യങ്ങൾ ടീച്ചർ ഓപ്ഷൻസ് തന്നിട്ടില്ല, ഉത്തരം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓപ്ഷൻസ് കാണും. അപ്പൊ കാണുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഇതാണ് ഉത്തരം എന്ന് മനസ്സിലാക്കി എഴുതുക. ഒന്നാമത്തെ ചോദ്യം, പശ്യത്തു മൃദുലേ മമ നിലയം. നമ്മൾ ജീവന മനോഹരം എന്ന പാഠത്തിൽ ആദ്യത്തെ വരിയ, ആ വരി തന്നെ ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചോദ്യം എങ്ങനെയാണ്, അസ്മിൻ വാക്യേ സംബോധന പദം കിം. സംബോധന പദം, അവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. മൃദുലേ എന്നാണ്, പശ്യത്തു അല്ല, മൃദുലേ. മൃദുലേ എന്നാണ് ഉത്തരം. പശ്യത്തു മൃദുലേ മമ നിലയം എന്നുള്ളതിലെ ഈ വാക്യത്തിൽ, ഗായത്രി ടീച്ചറെ പറഞ്ഞോളൂ. അവിടെ ഒരു ഡാഷ്
ആ പശ്യതുവിന് മുമ്പിൽ ഒരു ഡാഷ് കൊടുത്താൽ അത് ശരിയാവും. അത് നമുക്ക് ടീച്ചർ ഇത് PDF ആണ്, നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് ടീച്ചർ അയച്ചു തരാം കേട്ടോ. അത് ഉത്തരം അപ്പൊ എന്താണ് മൃദുലേ, അപ്പൊ മൃദുലേ എന്നാണ് ഉത്തരം. അപ്പൊ ഈ സംബോധന പദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ മക്കൾക്ക്? നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഒരാളെ നമ്മൾ വിളിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ലതിക അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോ ഹേ രാമ, സംസ്കൃതത്തിൽ വിളിക്കുമ്പോ രാമ വിസർഗം ഒന്നും ചേർക്കാതെ വിളിക്കുക. ഇപ്പൊ ലത എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദം, നമ്മൾ ലിംഗങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 3 ലിംഗങ്ങൾ സംസ്കൃതത്തിലുണ്ട്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്ന പേരില് 3 ലിംഗങ്ങളുണ്ട്. അതില് മൃദുലേ എന്ന് പറയുന്നത് ഒന്നാമത്തെ വരിയിൽ തന്നെ തുടങ്ങുമ്പോ മൃദുലേ എന്നാണ് ആ വാക്യം. ആ മൃദുലേ എന്നുള്ള പദമാണ് അവിടെ സംബോധന പദമായിട്ട് വരിക. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗൃഹം ഇത്യർത്ഥകം. പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് പ്രസന്റേഷൻ ഓഫ് ആക്കി വെക്കൂ. അത് പ്രസന്റേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, അവരൊന്ന് ഓഫ് ചെയ്ത് വെക്കൂ. കുഞ്ഞുമക്കളിൽ വേറെ സെറ്റിങ്സിലൊന്നും കയറി കളിക്കണ്ട. ഇപ്പൊ ഇവിടെ നമ്മള് ക്ലാസ് കാണുന്നത് മാത്രം നിങ്ങൾ അത് കേൾക്കുക, ശ്രദ്ധിക്കുക. ടീച്ചർ ചോദിക്കുമ്പോ മാത്രം മൈക്ക് ഓൺ ചെയ്താൽ മതി. വേറെ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ പോയി ഇപ്പൊ പരീക്ഷണം നടത്തണ്ട. നമ്മുടെ ക്ലാസ് നീണ്ടുപോകും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞുമക്കളെല്ലാരും നല്ല കുഞ്ഞുങ്ങളായിട്ട് മിടുക്കരായിട്ട് കേൾക്കുക. ഗൃഹം ഇത്യർത്ഥകം പദം കിം. കുറെ പദം ഗൃഹം എന്ന അർത്ഥം വരുന്ന, ഇത്യർത്ഥകം എന്ന വാക്കിനർത്ഥം എന്ന അർത്ഥം വരുന്നതാണ്. ഇപ്പൊ ഗൃഹം ഇത്യർത്ഥകം പദം കിം. നിലയം. ഉത്തരം പറയണ്ട, ടീച്ചർ പറയാം. ഞാൻ ടീച്ചർ പറയുന്നുണ്ട്, അത് കേട്ടാ മതി. ഉത്തരം പറയണ്ട, തിരിച്ചു മറുപടി ടീച്ചറിന് ഇപ്പൊ തരണ്ട. ടീച്ചർ ചോദിക്കുമ്പോ തന്നാ മതി കേട്ടോ. അപ്പൊ എന്താണ്? നിലയം എന്നാണ്. അടുത്ത നോക്കി, നമ്മുടെ പദ്യത്തിൽ തന്നെ അതിമനോഹരമായ ഒരു വരി. വിവിധ സുമാന്യപി ഡാഷ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്കും പെൻസിലും ഒരു ബുക്കും നോട്ട്ബുക്കും ഒക്കെ എടുത്തു വെച്ചിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ എത്രാമത്തെ വരിയാണ്? 6ാമത്തെ വരിയിലെ ചോദ്യമാണത് അല്ലെ. വിവിധ സുമാന്യപി ഡാഷ് വിലസന്തി. ഉത്തരം വിലസന്തി. ബ്രാക്കറ്റിൽ കുറെ ഉണ്ടാവും. ടീച്ചർ ആ ഡാഷിന്റെ ഉത്തരം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. വിലസന്തി. അത് നിങ്ങൾക്ക് അറിയാം. പികപോതഃ ഗായതി. പികപോതഃ. പോതഃ എന്ന വാക്കിന് അർത്ഥം കുഞ്ഞെന്നുള്ള അർത്ഥം അല്ലെ, കുട്ടി അല്ലെ, കുയിലിന്റെ കുഞ്ഞ്, കുയിൽ കുഞ്ഞ്. പോതഃ ഗായതി. കേകീഗണഃ നൃത്യതി. കേകി, കേകി നാമ മയൂരഃ ഇത്യർത്ഥഃ. മയൂരഃ കിം കരോതി? നൃത്യതി. മയൂരം ഡാൻസ് കളിക്കുകയാണ്. അത് നോക്കിയേ. ശശകഃ കുത്ര വസതി. കുത്ര ചോദ്യമാണ്. കുത്ര എന്ന ചോദ്യത്തിന്റെ അർത്ഥം, നമ്മൾ ഇനിയും വരുന്ന പാഠഭാഗങ്ങളിൽ ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വരും. കുത്ര എന്ന ചോദ്യത്തിന്റെ അർത്ഥം എവിടെ എന്നാണ്. കുത്ര വസതി? കുഹരേ വസതി. എവിടെയാ? മാളത്തിലല്ലേ? കുഹരേ. കുഹരേ വസതി. മാർജാരഃ കുത്ര നിവസതി. മാർജാരഃ. ഉത്തരം പറയണ്ട, മൈക്ക് ഓഫ് ചെയ്തോളൂ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ക്ലാസ് മുന്നോട്ട് പോണ്ടേ അല്ലേ. മാർജാരഹ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലെ. മാർജാരത്തിന്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമെന്ന് ടീച്ചറിന് അറിയാം. എന്താണ്? ഗൃഹേ വസതി. പൂച്ച അർത്ഥം ചോദിച്ചില്ല, മനസ്സിൽ അവിടെ പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്യണ്ട. ഓൺ ചെയ്യാൻ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എന്താണ്? മാർജാരഹ കുത്ര വസതി? ഗൃഹേ. ശുനകഃ കുത്ര നിവസതി? നിവസതി. വസതി നിവസതി എന്നൊക്കെ ചോദിച്ചാൽ ഒരേ അർത്ഥം തന്നെയാട്ടോ. അപ്പൊ എന്താണ്? ഗൃഹേ. ശുനകഃ കുത്ര നിവസതി. നായ അല്ലേ. നമുക്ക് നമ്മുടെ വീടുകളിലും ഉണ്ടാവും. ചിലപ്പോ മാർജാരനുണ്ടാവും, ശുനകനൊക്കെ ഉണ്ടാവും. ശുനകനൊക്കെ നമ്മൾ പല പല പേരുകളും മാർജാനൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ വീട്ടിലല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്കിലും ഉണ്ടാവും. അപ്പോ ഗൃഹേ വസതി, വീട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളാണ് ഇതൊക്കെ. ഇത് മൃഗാണാം നാമാനി ഭവതി ശുനകഃ മാർജാരഃ. അനന്തരം അന്യ പ്രശ്നം അല്ലെ. അടുത്ത ചോദ്യം നോക്കിയോളൂ. ചെറിയ ബോൾഡ് ആക്കി എഴുതിയിട്ടുണ്ട്. ആമോദേന സഹ. ആമോദേന സഹ. മൈക്ക് ഓഫ് ചെയ്യാമോ? ആമോദേന എന്ന് പറഞ്ഞാൽ ആമോദം. ആമോദം എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തില്
ഉള്ള പദം തന്നെയാണ്, സംസ്കൃത പദമാണത്, മലയാള പദം അല്ല ശരിക്കും, സംസ്കൃത പദമാണ്. ആമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അല്ലെ. ആമോദേന സഹ, സഹ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ എന്നാണ്. രണ്ട് സഹ നമുക്ക് എഴുതാം. സാ എഴുതി രണ്ട് കുത്ത് നമ്മൾ സൈഡിൽ ഇടില്ലേ, അതിന് പറയുന്ന വിസർഗം എന്നാ പറയാ. സാ എഴുതി രണ്ട് കുത്തിട്ട സഹയുടെ അർത്ഥം അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സാ എഴുതി ഹകാരം എഴുതിയാൽ കൂടെ, ആനന്ദത്തോടു കൂടെ, ആനന്ദത്തോടൊപ്പം എന്നാണ് ആ വാക്കിന് ശരിക്കും മലയാള അർത്ഥം. അസ്യ വിഗ്രഹ പദം കിം, ഇതിന്റെ ഒറ്റ ഇതിന്റെ ഒറ്റ പദം എന്താണ്? സാമോദം എന്നാണ്. സാമോദം. അടുത്ത ഡാഷ് നീടം രചയതി, കാക്കഹ നീടം രചയതി. അല്ലെ, കൂടുണ്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല, ഒരാളെ നമുക്ക് എല്ലാവർക്കും പരിചിതമായ എന്താണ് ഒരു പക്ഷിയാണ് കാക്കഹ. എവിടെ ചെന്നാലും നമുക്ക് കാണാം കാക്ക അല്ലേ. അതിനെപ്പറ്റി സുഭാഷിതമൊക്കെ നിങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ കാക്കഹ ഇത്യസ്യ കഹ അർത്ഥ കാക്കഹ നീടം രചയതി, കഹ നീടം രചയതി കാക്കഹ. ആരാണ് കൂടുണ്ടാക്കുക? ആരാ ഉണ്ടാക്കുന്നത്? കാക്ക. അങ്ങനെ നോക്കിയേ, അവിടെ 3 വാക്കുകളുണ്ട്. പികഹ, പികാഹ. നിങ്ങളുടെ ഒന്നാമത്തെ ടെക്സ്റ്റിൽ തന്നെ, ഒന്നാമത്തെ പാഠത്തില് പേജ് നമ്പർ 14 നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ അല്ലെ. ആ ചിത്രങ്ങളെ വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ള നമ്മള് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ ഒന്നാണ്, നിങ്ങളുടെ മാസ്റ്റർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. കുറേ ഉദാഹരണങ്ങൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാവും. പികാഹ ഡാഷ് പികാഹ. അതായത് ഇത് പുല്ലിംഗമായ പദമാണ്. സംസ്കൃതത്തില് വിസർഗം ചെയ്തില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ സാ കഴിഞ്ഞ് 2 കുത്തെന്ന്. ഇപ്പൊ കഹ എന്നുള്ളതല്ലേ, പിക്കഹ എന്നുള്ള 2 കുത്തി നമ്മള് സംസ്കൃതത്തിൽ പറയുന്ന പേര് വിസർഗം എന്നാണ്. അപ്പൊ പിക്കഹ, പിക്കൗ, പിക്കൗ, പികാഹ. ഉത്തരം അപ്പുറത്തെ ഇതിന് ചോദ്യചിഹ്നത്തിന് അപ്പുറം കാണുന്നതാണ് അതിന്റെ ഉത്തരം, പിക്കൗ എന്ന് പറഞ്ഞ്. അതായത് ഇതെന്താണെന്ന് അറിയാമോ? പുല്ലിംഗവാചിയായ, പുല്ലിംഗത്തിലുള്ളതായ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. സംസ്കൃതത്തിൽ 3 വചനങ്ങളാണുള്ളത്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒരെണ്ണത്തെ മാത്രം പറയാൻ നമ്മൾ സംസ്കൃതത്തില് ഏകവചനം എന്ന് പറയും. 2 എണ്ണത്തിനെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നാണ് പറയാ. അതിന് മൈക്ക് ഓഫ് ചെയ്തോളൂ. നിങ്ങക്ക് എന്നോട് സംസാരിക്കാനുള്ള സമയം ഞാൻ തരും അവസാനം. അപ്പൊ ക്ലാസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ക്ലാസ് നടക്കില്ല. ക്ലാസ് വേണ്ടേ നമുക്ക്? അതുകൊണ്ട് ചോദിക്കുമ്പോ നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയാ കേട്ടോ. മനസ്സിൽ പറഞ്ഞാൽ മതി, എനിക്ക് മറുപടി ഇപ്പൊ വേണ്ട. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് പറഞ്ഞ 3 വചനങ്ങളാണ് സംസ്കൃതത്തിലുള്ളത്. അതുപോലെ 3 ലിംഗങ്ങളുണ്ട് സംസ്കൃതത്തില്. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നൊക്കെ പറയുന്ന നാമപദങ്ങൾക്കാണുള്ളത്. നാമപദങ്ങൾക്കാണ്. അതായത് രാമഃ, കൃഷ്ണഃ, ഗോവിന്ദഃ, മയൂരഃ, കാക്കഃ, സിംഹഃ, പിന്നെ അങ്ങനെയുള്ള പദങ്ങൾ. അതുപോലെ പിന്നെ നമുക്കുണ്ട് ആകാരാന്ത പദമായ സ്ത്രീലിംഗ ശബ്ദങ്ങളുണ്ട്. രമാ, ലത, വനിത, കവിത എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നദി, പാർവതി, നന്ദിനി, ഈകാരാന്ത ശബ്ദങ്ങള്. പിന്നെ വനം, ഫലം, പാത്രം, അങ്ങനെ പറയുന്ന പദങ്ങൾ അല്ലെ. അപ്പൊ ലിംഗങ്ങൾ 3 തരത്തില്: പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അതുപോലെ വചനങ്ങൾ 3: ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത്, ഈ 11ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പുല്ലിംഗവാചിയായ ഏകവചന, ദ്വിവചന, ബഹുവചനത്തിലാണ്. അതിൽ ദ്വിവചന പദമാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത്. നമ്മൾ പേജ് നമ്പർ 14 പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്നും നമ്മളൊന്നും കൂടെ ഓർപ്പിച്ച 1ാമത്തെ പാഠത്തിൽ പറഞ്ഞേ ഉള്ളൂ. പികഹ, പികൗ, പികാഹ. അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ അത് പഠിക്കാൻ പറ്റും. ഇത് ഒരു പ്രയാസമില്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. 2 വിസർഗം വരുമ്പോ ഏകവചനം പറയും അല്ലെ. ആ വിസർഗത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ഔ ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഓ ഔ സ്വരാക്ഷരത്തിൽ ഔ എന്ന ചിഹ്നം കൂടെ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോ പികൗ, അടുത്ത പികാഹ. ഇതുപോലെ അടുത്തൊരു ഉദാഹരണം നമ്മൾ മനസ്സിൽ പറയുകയാണെങ്കിൽ കാക്കഹ, കാക്കൗ, കാക്കാഹ. അജഹ, കാക്ക. മോനെ മൈക്ക് ഓഫ് ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്തോളൂ. ടീച്ചർ പറഞ്ഞ ഇമോജീസ് വരുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. നമുക്ക് ഇമോജി ഇപ്പൊ തൽക്കാലം വേണ്ട കേട്ടോ. ഓഫ് ചെയ്തോളൂ. എല്ലാരും അതാ ശ്രദ്ധിക്കുക. ടീച്ചർ പറയുന്ന കാര്യം ഒന്നും കേൾക്കില്ലാരും.
എന്റെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളെന്നാ ഞാൻ അറിഞ്ഞ. പ്രസാദ് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരാണെന്ന്. മിടുക്കരായത് ടീച്ചർമാര് പറയണ കേൾക്കുന്ന കുഞ്ഞുങ്ങളാ കേട്ടോ. അപ്പൊ അടുത്ത നോക്കിക്കോളൂ. അപ്പൊ അജഹ, അജഹ, അജൗ, അജാഹ, ഭേകഹ, ഭേകൗ, ഭേകാഹ, വാനരഹ, വാനരൗ, വാനരാഹ. ഇതാണ് പുല്ലിംഗപദത്തിലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഈ 12ാമത്തെ ചോദ്യം നോക്കിയോളൂ. ഭവതി ഇത്യസ്യ ധാതുഹു കഹ. എന്താ ഭവതി എന്ന് പറഞ്ഞാല്? നമ്മൾ ടീച്ചർ ഇത്രയും നേരം പറഞ്ഞ നാമപദങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലെ? നാമപദങ്ങളെ പറ്റിയിട്ടാ പറഞ്ഞത്. നാമപദങ്ങൾക്ക് 3 ലിംഗങ്ങളുണ്ട്, 3 വചനങ്ങളുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. ഒരു സംസ്കൃത ഭാഷയില്, സംസ്കൃതത്തില് ഏതൊരു ഭാഷ എടുത്താലും അതിലൊരു നാമപദവും ഉണ്ടാവും. ആ നാമപദത്തിന് ആ നാമപദം ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ എന്ത് പറയും? ക്രിയാപദങ്ങൾ എന്ന് പറയും. അപ്പൊ 1ാമത്തെ പാഠത്തില് നമ്മൾ കുറെ ക്രിയാപദങ്ങൾ പഠിച്ചു. വേറെ കുറെ ക്രിയാപദങ്ങൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? നൃത്യതി, ഗായതി, അസ്തി, നിവസതി, രചയതി. ഇതെല്ലാം ക്രിയാപദങ്ങളാണ്. അപ്പൊ അതുപോലത്തെ ഒരു ക്രിയാപദമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭൂ എന്ന് പറയുന്ന ഒരു ക്രിയാപദം. നിങ്ങളുടെ പേജ് നമ്പർ 15 ഒരു പിങ്ക് കളർ ബോക്സിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഭൂ, ഭവതി, ഭവതഃ, ഭവന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ വാക്കുകൾ അത് ക്രിയാപദത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്രിയാപദങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണവ. ആ വാക്കുകളെ നമ്മള് ഭവതി. അപ്പൊ ഈ ഭവതി എല്ലാ ക്രിയാപദങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണേ. ടീച്ചർ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. എല്ലാ ക്രിയാപദങ്ങളും ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാകുക. ധാതു എന്ന് പറഞ്ഞാല് ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മരം, ഒരു കൊച്ചു ചെടി നിങ്ങൾ കൊണ്ട് വെക്കുന്നു. ഈ ചെടി അതുപോലെ നിൽക്കണമെങ്കിൽ അതിൽ എന്ത് ഉറച്ചു വന്നാലും ആ ചെടി അവിടെ നിൽക്കുള്ളൂ? വേര് ഉറച്ചു വേണം അല്ലെ? ഒരു വേരുണ്ടാവണം. അതുപോലെ ധാതുക്കള്, ക്രിയാപദങ്ങൾ അവിടെ ഉറച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ക്രിയാപദം കണ്ടുവരാൻ നമുക്ക് എന്ത് പറയാം? ധാതുക്കൾ എന്ന് പറയാം. അപ്പൊ റൂട്ട് എന്നാ ഇംഗ്ലീഷ് പറയുന്നത്, റൂട്ട് എന്ന് പറയാം. അതിന് ധാതുക്കള്. അപ്പൊ ഭൂധാതു ക്രിയാപദങ്ങള് കാണുമ്പോൾ നിങ്ങൾക്ക് മുകളിലെ ഓരോ ചെടിയുടെയും വേരുകൾ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? എല്ലാം ഏതാണ്ട് ഒരുപോലെ ഉണ്ടാവുള്ളൂ അല്ലെ? പക്ഷെ അതിന് മുകളിലേക്ക് വരുന്ന ഒരു ചെടി ഭിന്നമായിരിക്കും. അതുപോലെ ധാതുക്കളിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ക്രിയാപദങ്ങളും കാഴ്ചയിലും അതിന്റെ അർത്ഥത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഭവതി എന്ന ക്രിയാപദത്തിന്റെ ധാതു, ഭവതി ഇത്യസ്യ, ഭവതി എന്നതിന്റെ ധാതു എന്താണെന്നാണ് ചോദ്യം. ഭൂ എന്ന ധാതു ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചോദ്യ പേപ്പറിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും പുറകിൽ അമരകോശം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. പേജ് നമ്പർ 16 1ാമത്തെ പാഠത്തില് പേജ് നമ്പർ 16 അവിടെ നിലയഹ, മാത എന്ന് പറയുന്ന 2 വാക്കുകൾ ഉണ്ട്. ആ പദങ്ങള് ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ടീച്ചർ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും, നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു വാക്കിന്റെ തന്നെ നമുക്ക് മലയാളത്തിൽ പറയുമ്പോ പര്യായ പദങ്ങൾ എന്ന് പറയാം നമുക്ക് അല്ലെ? അപ്പൊ സമാന പദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വാക്കിന്റെ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റു പദങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? സമാന പദം എന്ന് പറയാ. അങ്ങനെ ഇവിടെ നിലയഹ എന്ന വാക്ക് നമ്മള് പദ്യത്തിൽ ആദ്യം പഠിച്ചതാണ്. പശ്യതു മൃതുലേ മമ നിലയം എന്ന് പറഞ്ഞ 1ാമത്തെ വരി നമ്മൾ പഠിച്ചതാണ്. ആ നിലയഹ എന്നതിന് എത്ര അർത്ഥം കൊടുത്തിട്ട് നോക്കും, ഒരുപാട് അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടീച്ചർ വളരെ പ്രസിദ്ധമായി നിങ്ങൾക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന മൂന്ന് അർത്ഥം മാത്രമേ അവിടെ എടുത്തെഴുതിയിട്ടുള്ളൂ. ഗൃഹം, ഗേഹം, നികേതനം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? നിലയത്തിന്റെ പര്യായ പദമാണ്. ഗൃഹം തന്നിട്ട് സമാന പദമായ വേറെ പദങ്ങൾ 3 പദങ്ങൾ ചിലപ്പോൾ ബ്രാക്കറ്റിൽ തരും. അത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അതിലുണ്ടാവുക. അത് തെരഞ്ഞെടുത്ത് എഴുതുക. മാതായുടെ അതുപോലെ മാത അടുത്ത് തന്നെ ആളുണ്ടല്ലേ? മാതയ്ക്ക് നമ്മള് ഒരു വാക്കും കൂടെ ടീച്ചർ എഴുതണമെന്ന് വിചാരിച്ചാ മറന്നുപോയി. എന്താണ്? ജനയത്രി, ജനനി, പ്രസൂ, അംബ. ഇതൊക്കെ എന്തിന് സമാന പദങ്ങളാണ്? മാത എന്ന വാക്കിന്റെ സമാന പദം. മൈക്ക് ഓഫ് ചെയ്യണേ മക്കളെ. ടീച്ചറിന്റെ ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ടീച്ചറിന് ചെവി വേദനിക്കും. ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ, എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ. ക്ലിയർ ആവുന്നില്ല. എല്ലാരും ഓൺ ചെയ്യുന്നോണ്ടാണ്. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ. എല്ലാ കുഞ്ഞുങ്ങളും മൈക്ക് ഓഫ് ചെയ്യൂ.
മൈക്ക് ഓഫ് ചെയ്ത് ടീച്ചർ ഇനി പഠിപ്പിക്കണുള്ളൂ എന്ന് വെക്കട്ടെ. മൈക്ക് ഓഫ് ചെയ്യൂ, അതാണ് എല്ലാരും കേൾക്കാൻ പറ്റാത്തെ. നോക്കിയോളൂ അടുത്തത്. അടുത്ത ചോദ്യം, ഭവതി ഇത്യസ്യ ബഹുവചന കിം? ഭവതി, ഭവതി എന്ന വാക്ക് നമ്മളിത് എവിടെയാ ഉള്ളത് പറഞ്ഞത്? പേജ് നമ്പർ 15-ലാണുള്ളത്. എന്റെ കുഞ്ഞുമക്കളെ ഇമോജീസ് ഇടാൻ നിർത്തൂ, മൈക്ക് ഓഫ് ചെയ്യൂ. നല്ല അനുസരണമുള്ള കുട്ടികളാണല്ലോ. മൈക്ക് ഓഫ് ചെയ്യൂ കുഞ്ഞുങ്ങളെ. പറഞ്ഞാ കേൾക്കാൻ നല്ല മിടുക്കരാണ്. നമുക്ക് എളുപ്പം എന്നാലും പറഞ്ഞു പോകാൻ പറ്റും. ഇതാരാ ഓൺ ചെയ്തിരിക്കുന്നേ? നിങ്ങൾ ഓൺ ചെയ്ത ക്ലാസ് മുന്നോട്ട് പോവില്ല, പ്രയാസാവും കുഞ്ഞുങ്ങളെ. ദയവ് ചെയ്ത് എല്ലാരും ഓഫ് ചെയ്യൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ ടീച്ചർ. ഹലോ, നോക്കിയോളൂ. ഓക്കെ മാം. മറുപടി പറയണ്ട എല്ലാവരും കുഞ്ഞുങ്ങൾ, ഇനി മൈക്ക് ഓഫ് ഓക്കെ ചെയ്താൽ മതി. മറുപടി മൈക്ക് ഓഫ് പറയേണ്ടതില്ല. ചെയ്താൽ മതി. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. എല്ലാവരും ഉടനെ മ്യൂട്ട് ചെയ്യൂ. നീ ക്ലാസ് ഞാൻ എടുക്കാൻ പറ്റില്ല, എല്ലാവരും മ്യൂട്ട് ടീച്ചർ ചെയ്യൂ. ബുദ്ധിമുട്ടാവില്ലേ? എല്ലാ കുഞ്ഞുങ്ങളും മ്യൂട്ട് ചെയ്തോളൂ. ഇമോജീസ് അയക്ക. ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ, ഗാജി ടീച്ചർ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് വേറെ ആരോ ഓഫ് ചെയ്താണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സെറ്റിംഗ്സിലൊന്നും കളിച്ചാൽ നടക്കില്ല, ക്ലാസ് മുന്നോട്ട് പോവില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ക്ലിയർ ആവുന്നില്ല ടീച്ചർമാർ ടീച്ചറെ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്താൽ ക്ലിയർ ആവും. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യൂ. ഇപ്പൊ ക്ലിയർ ആവും. ടീച്ചറിന്റെ ശബ്ദം മാത്രം കേൾക്കുമ്പോ എല്ലാവർക്കും ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, തുടർന്ന് പോവാണ്. പറയണ്ട മക്കളെ, മറുപടി ഇപ്പൊ തരണ്ട. ടീച്ചറിന് മറുപടി ഇപ്പൊ തരണ്ട. ടീച്ചർ പറഞ്ഞ് പഠിപ്പിക്കുവാന്നേ. ബാക്കി നോക്കിയോളൂ. ഭവതി ഇത്യസ്യ ബഹുവചനം, ഭവതി ഇത്യസ്യ ബഹുവചനം കിം? അല്ലെ, ഭവതി എന്ന വാക്കിന്റെ ബഹുവചനം, അത് ക്രിയാപദമാണ്. നമ്മൾ പഠിച്ചു, നേരത്തെ പഠിച്ചതാണ് നമ്മള്. ഭവതി എന്നതിന്റെ ബഹുവചനം ഭവന്തി എന്നാണ്, ഭവന്തി. അടുത്ത, ബാലഹ ഇത്യസ്യ ബഹുവചനം കിം? നമ്മൾ നേരത്തെ പഠിച്ചു, പികഹ ഡാഷ് പികാഹ എന്ന് പഠിച്ചതുപോലെ ഒരു വാക്കിന്റെ അർത്ഥമാണ് ബാലഹ. ബാലഹ എന്ന് പറഞ്ഞ ആൺകുട്ടി. മൈക്ക് ഓഫ് ചെയ്യാമോ? സ്ക്രീനിൽ കാണുന്നുണ്ട്. 15ാമത്തെ ചോദ്യമാണ്. 15. നോക്കിയോളൂ, നോക്കിയോളൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. ക്ലിയർ ആവുന്നില്ല. ആ, നോക്കിയോളൂ. മൈക്ക് ഓഫ് മാഷെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ആരും മൈക്ക് ഓൺ ചെയ്തത് കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങള് പിന്നെ ഇന്ന് റിമൂവ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ക്ലാസ് റിമൂവ് ചെയ്യും, പിന്നെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ആരും മൈക്ക് ഓൺ ചെയ്യരുത്. ഓക്കെ. ഹലോ മിസ്, ഒന്നും ക്ലിയർ ആവുന്നില്ല മിസ് പറയുന്നത്. ടീച്ചറെ ക്ലിയർ ആവുന്നില്ല. മിസ് ക്ലിയർ ആവുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങളെല്ലാം മൈക്ക് ഓഫ് ചെയ്താലേ ടീച്ചറിന് മുന്നോട്ട് ക്ലാസ് എടുക്കുള്ളൂ. ഒന്നും ഞാൻ പറയാ. ക്ലാസ് വേണമെങ്കിൽ എല്ലാരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കൂ. ഇതിലേ പറയാം, ടീച്ചർ പറയുമ്പോ കേൾക്കുള്ളൂ. നിങ്ങൾ ആരും തിരിച്ച് മറുപടി തരണ്ട മക്കളെ. നിങ്ങൾ ഓഫ് ചെയ്യൂ. നോക്കിയോളൂ. അടുത്തത്, ബാലഹ ഇത്യസ്യ ബഹുവചന രൂപം കിം? നേരത്തെ നമ്മൾ പഠിച്ചു. നേരത്തെ ഒരു ചോദ്യം നമ്മൾ പഠിച്ചിരുന്നു. രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണേ. തുടരെയാണ്. നോക്കിയോളൂ. ബാലഹ ഇത്യസ്യ ബഹുവചന രൂപം കിം? അപ്പൊ ഈ ബാലഹ എന്നുള്ള ശബ്ദം നമ്മള് പേജ് നമ്പർ 15 ടീച്ചർമാർ അത് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അത് ഉള്ളതുകൊണ്ട് അതൊക്കെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് വായിച്ച് എന്റെ കുഞ്ഞു മക്കൾ വെക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോയി ഇതൊക്കെ ചർച്ച ചെയ്ത് ടീച്ചർമാരോട് ഒന്നും കൂടെ നോക്കി മനസ്സിലാക്കി പഠിച്ചു പോവുക. തീർച്ചയായും ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിലെ നോട്ടുകൾ വെച്ചുകൊണ്ട് തന്നെ എന്റെ മക്കളുമാർക്ക് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
അപ്പൊ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ എന്താ പറയാ, ബാലഹ ഇത്യസ്യ ബഹുവചന രൂപം. ബാലഹ എന്ന് പറഞ്ഞാൽ ആൺകുഞ്ഞ്. അപ്പൊ പുല്ലിംഗ ശബ്ദമാണ്. ആ പുല്ലിംഗ ശബ്ദത്തിന്റെ ബഹുവചന രൂപം ബാലാഹ. ബാലഹ, ബാലൗ, ബാലാഹ എന്നാണ് അതിന്റെ ഉത്തരം വരിക. ഈ 15ാമത്തെ ചോദ്യത്തിന് അർത്ഥം ബാലഹ ഇത്യസ്യ. ഇത്യസ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്നതിന്റെ ബഹുവചന രൂപം കിം. ഇനി 16ാമത്തെ ചോദ്യം. നേരത്തെ നമ്മൾ ടീച്ചർ പറഞ്ഞു, ഒന്ന് വാക്ക് എഴുതാൻ വിട്ടുപോയി, സമാന പദമാണ്. അംബ ഇത്യുക്തേ ക. ഇത്യുക്തേ എന്ന് പറയുന്ന ചോദ്യം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത്യുക്തേ എന്ന വാക്കിന്റെ അർത്ഥം എന്നു പറഞ്ഞാൽ. അംബ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആരാണ് അമ്മ? അപ്പൊ സമാന പദം എടുത്തെഴുതാനും ചോദിക്കാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെയാണ്? അംബ ഇത്യുക്തേ ക മാതാ. നിലയം ഇത്യുക്തേ കിം ഗൃഹം. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം ടീച്ചർ അതിലിട്ട് ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം നമുക്ക് ഒരു 16 ചോദ്യങ്ങളോളം ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്കിനി രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പാഠം നല്ല രസകരമായിട്ടുള്ള കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കഥ, അവധാനേന കർത്തവ്യം. അല്ലേ? അവധാനേന കർത്തവ്യം എന്ന് പറഞ്ഞത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കുറെ കാർട്ടൂണിന്റെ കഥാപാത്രങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാഠമാണത്. അതിലെ ഒന്നാമത്തെ ചോദ്യം കേട്ടില്ല എന്താ പറഞ്ഞേ? ഇതെല്ലാം പിന്നീട് ഗ്രൂപ്പിൽ ഇട്ട് തരും. ക്ലിയർ ആവുന്നില്ല. എല്ലാരും മൈക്ക് ഓഫ് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. എല്ലാവരും ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നമായിരിക്കും കേട്ടോ, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. സ്ഥാനം മാറിയിരുന്ന് നോക്കുക. അതെ. ഇനി നോക്കിയേ, അവധാനേന കർത്തവ്യം എന്നുള്ള പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഒന്നാമത്തെ പാഠഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഏകദേശം വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ, ആ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ പേജ് നമ്പർ 19 ഒരു ചെറിയ ബോക്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പഞ്ചതന്ത്രസ്യ കർത്താകഃ. പഞ്ചതന്ത്രത്തിന്റെ കർത്താവ്. പഞ്ചതന്ത്രം എന്ന് പറയുന്ന ഒരു കഥയാണ്. 5 തന്ത്രങ്ങളാണുള്ളത്. ആ 5 തന്ത്രങ്ങളുടെ പേര് ടീച്ചർ കുറച്ചും കൂടെ താഴോട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ പിന്നീട് ആ വരുന്ന ഭാഗത്ത് നമുക്ക് നോക്കാം. അത് പറഞ്ഞുതരാം, നോക്കട്ടെ. അപ്പൊ പഞ്ചതന്ത്രസ്യ കർത്ത എന്ന് പറഞ്ഞാൽ രചയിത, ഗ്രന്ഥം എഴുതിയ ആള്. കഹ, വിഷ്ണു ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതെവിടെ ഉണ്ട്? 19ാമത്തെ പേജിൽ തന്നെ ഉണ്ട്. വളരെ രസകരമായ ഒരു കുറുക്കന്റെയും സിംഹത്തിന്റെയും കഥയാണ് നമ്മൾ ഇതിൽ പഠിച്ചത് അല്ലെ. ആ സിംഹം എന്താ ചെയ്തത്? ആദ്യം കഹ ഭക്ഷണം അന്വേഷ്യ അടതി. അടതി എന്ന വാക്ക് ഒരു ക്രിയാപദമാണ്. ആ ക്രിയാപദത്തിന്റെ അർത്ഥം എന്താണ്? സഞ്ചരിക്കുക, നടക്കുക, അലഞ്ഞു തിരിയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കഹ ആര്? കഹ എന്ന ചോദ്യത്തിന്റെ അർത്ഥം ആര്? ആരാണ് ഭക്ഷണം അന്വേഷ്യ അടതി? ആരാന്വേഷ്യ അടന്നെ? സിംഹ. ഉത്തരം പറയണ്ട കേട്ടോ, സിംഹ. ഇനി അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. ജംബൂകഃ ജംബൂകഃ കഹ ഭക്ഷണം അന്വേഷ്യ അടതി. ആരാണ് ഭക്ഷണം തേടി നടന്നത്? ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് നിങ്ങളുടെ ആ കഥയിൽ തന്നെ ഉണ്ട്. നമ്മുടെ പേജ് നമ്പർ 20ാമത്തെ പേജില് അവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ബുഭുക്ഷിതഃ സഹ അഭക്ഷണം അന്വേഷ്യ അടതി. ആരാണ് ബുഭുക്ഷിതനായ, വിശന്നു വലഞ്ഞ് ഭക്ഷണം അന്വേഷിച്ച് ആരാണ് പോയത് എന്നാണ് ചോദ്യം. സിംഹം എന്നാണ് അതിന് ഉത്തരം. അടുത്ത 19ാമത്തെ ചോദ്യം. ജംബൂകഃ ഗുഹാം പൃച്ഛതി. ജംബൂകഃ എന്നാണ് നിങ്ങൾക്ക് അറിയാം. ജംബൂകഃ എന്താണ്? കുറുക്കനാ. കുറുക്കൻ ഗുഹാം പൃച്ഛതി, ഗുഹയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭോ ഡാഷ്. കുറെ കാര്യങ്ങൾ ചോദിച്ചു. അല്ലയോ ഗുഹേ, അല്ലയോ ഗുഹേ. പിന്നെ ബാക്കി കുറെ ഉണ്ട്. ഇവിടെ ഗുഹേ എന്നുള്ളതാണ് അവിടെ എഴുതുന്നത്. ഭോ ഗുഹേ. ഈ ഗുഹേ എന്നുള്ള പദം സംബോധന പദമാണ്, ഓർക്കുക കേട്ടോ. അടുത്തത് ഡാഷ് സിംഹ ഭക്ഷണമന്വേഷ്യ അടതി. ഡാഷ് സിംഹ, എങ്ങനെയുള്ള സിംഹമാണ് ഭക്ഷണം അന്വേഷിച്ച് നടന്നത്? ബുഭുക്ഷിത, വിശന്നിരിക്കുന്നതായ.
ബുഭുക്ഷിതഃ സിംഹഃ ഭക്ഷണമന്വേഷ്യ അടതി. അടുത്തത് 21ാമത്തെ ചോദ്യം. ക്ലിയർ ആവുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. മൈക്ക് ഓഫ് ചെയ്യൂ. ഞാനൊന്നും പറഞ്ഞില്ല. കേൾക്കുന്നില്ല. ടീച്ചറെ ഒന്നും കേൾക്കുന്നില്ല. ടീച്ചറെ ഒന്നും കേൾക്കുന്നില്ല. ടീച്ചറെ ഒന്നും കേൾക്കുന്നില്ല. ടീച്ചറെ ഒന്നും കേൾക്കുന്നില്ല. ദയവായി ഞാനൊന്നും എല്ലാവരും മ്യൂട്ട് പറഞ്ഞില്ല. ചെയ്യാം. നിങ്ങൾ ഓഫ് ചെയ്താലേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഓഫ് ചെയ്താലേ ഞാൻ തുടർന്ന് പറയുള്ളൂ. നിങ്ങൾ എല്ലാവരും ഓഫ് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ് മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലയോ, നിങ്ങൾക്ക് പഠിക്കണ്ടേ? മ്യൂട്ട് ചെയ്തു. ഓക്കെ. ആ, അത് നോക്കിയോളൂ. നോക്കിയോളൂ. അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം. വനേ സിംഹഃ കാം പശ്യതി. വനത്തിലെ സിംഹം കാം എന്തിനെ നോക്കുന്നു? ഗുഹാം പശ്യതി. വനത്തില് സിംഹം ആരെയാ കാണുന്നേ? ഗുഹയാണ് കാണുന്നത് ആദ്യം, അല്ലേ? ഗുഹാം പശ്യതി. വനേ സിംഹഃ ഗുഹാം പശ്യതി. 22ാമത്തെ ചോദ്യം. ഗുഹാമുഖേ ജംബൂകഃ കിം പശ്യതി. ഗുഹാമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗുഹയുടെ ആ വാതിക്കല്, അത് നടന്നു പോകുന്ന ആ വഴിയില് ജംബൂകഃ കുറുക്കൻ കിം പശ്യതി എന്താ നോക്കുന്നത്? പശ്യതി ക്രിയാപദമാണ് കേട്ടോ. അതപ്പൊ എന്താ നോക്കുന്നതെന്ന് വെച്ചാല് സിംഹഃ സിംഹസ്യ പാദചിഹ്നാനി, അല്ലെ? സിംഹം നടന്നു പോയതിന്റെ കാൽപാദങ്ങളാണ് കുറുക്കൻ കാണുന്നതെന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അർത്ഥം. സിംഹസ്യ പാദചിഹ്നാനി. 23ാമത്തെ ചോദ്യം. സിംഹഗർജനം ശ്രുത്വാ ജംബൂകഃ കിം കരോതി. സിംഹഗർജനം ശ്രുത്വാ എന്ന വാക്കിനർത്ഥം കേട്ടിട്ട്. സിംഹത്തിന്റെ ഗർജനം കേട്ടിട്ട് ടീച്ചറെ പിന്നില്ലേ പറഞ്ഞോളൂ. രണ്ടാമത്തെ പാഠത്തില് ഫസ്റ്റ് കുറച്ച് കാർട്ടൂൺസ് കൊടുത്തില്ലേ? അത് ഏതൊക്കെയാണ്? അത് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ക്ലാസ് കഴിഞ്ഞ് അതിന്റെ ഉത്തരം കറക്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഞാൻ ചോദിക്കുമ്പോ മോളും എനിക്ക് ഉത്തരം പറഞ്ഞു തരണം കേട്ടോ. ഇപ്പൊ ഇത് ശ്രദ്ധിക്കൂ. ഇപ്പൊ ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മളിനി അടുത്ത 23ാമത്തെ ചോദ്യമാണ്. ആരാ മൈക്ക് ഓൺ ചെയ്തേ മക്കളെ? ഓഫ് ചെയ്യുള്ളൂ. സിംഹഗർജനം ശ്രുത്വാ. ടീച്ചർ ഒരു കാര്യം പറയട്ടെ, ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാ അതൊന്നും കേൾക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാതെ മൈക്ക് ഓഫ് ചെയ്ത് തന്നെ ഇരിക്കുക എന്റെ കുഞ്ഞുങ്ങള്. അപ്പൊ നോക്കിയേ. സിംഹഗർജനം ശ്രുത്വാ ജംബൂകഃ കിം കരോതി. സിംഹഗർജനം കേട്ടിട്ട് ജംബൂകൻ എന്താണ് ചെയ്യുന്നത്? ധാവതി. എന്ന് വാക്കിനർത്ഥം ഓടുന്നു എന്നർത്ഥം. ഓടിപ്പോയി. ഇനി നോക്കിക്കേ 24ാമത്തെ ചോദ്യത്തില് അവിടെ ടീച്ചറോട് 4 ചോദ്യം തന്നിട്ടുണ്ട്. ഈ 4 ചോദ്യത്തിന് ഇതുപോലെ പരീക്ഷയ്ക്ക് ഇത് തന്നെ എന്നല്ല, ഇതേ മാതൃകയിൽ വേറെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളും അതെങ്ങനെയാ വന്നാൽ എഴുതുന്നതെന്നാണ് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. അഹം പാഠം പഠതി എന്നൊരു വാക്യം തന്നിട്ടുണ്ട്. ഈ വാക്യത്തിൽ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് ഭാഗമാണ് ടീച്ചർ ബോൾഡ് ആയിട്ട് തന്നിരിക്കുന്നത്. കണ്ടോ? ഈ കടുപ്പം കൂടുതലുണ്ട്. കറുപ്പ് ബോൾഡ് ലെറ്ററിലുണ്ട്. അപ്പൊ അഹം പാഠം പഠതി എന്ന്, അഹം എന്ന ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ എന്നാണ്. ഞാൻ, അഹം എന്ന് വെച്ചാൽ ഞാൻ എന്ന വാക്ക് ഒരു കർത്തൃപദത്തില് ഞാൻ വന്നു കഴിഞ്ഞാൽ ക്രിയാപദത്തിന്റെ അവസാനം പഠാമി എന്നേ വരുള്ളൂ. അഹം പാഠം പഠാമി, അഹം കാര്യം കരോമി, അഹം ഗ്രന്ഥം ലിഖാമി, അഹം ദേവം നമാമി എന്നേ വരികയുള്ളൂ. അപ്പൊ അതിന്റെ കൂട്ടത്തില് പഠതി, പഠസി, പഠതഃ, പഠത അങ്ങനെ എന്ത് വാക്യം വന്നാലും അതൊക്കെ ക്രിയാപദത്തിൽ തെറ്റാണ്. അഹം എന്ന നാമപദം വരുമ്പോൾ ക്രിയാപദത്തിന്റെ അവസാനം ആമി, പഠാമി, ലിഖാമി, നയാമി, വദാമി, കരോമി എന്നൊക്കെ രൂപം വരികയുള്ളൂ. അപ്പൊ അത് ഓർത്തു വെച്ചേക്കുക.
അതാണ് അവിടുത്തെ ശുദ്ധരൂപം ലിഖത എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തി എഴുതുക എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഈ രണ്ടാമത്തത് അതുപോലെ നമ്മൾ പറയേണ്ട ഒരു വാക്യമാണ് ത്വം കുതഹ ന പ്രതിവദതി. അത് നിങ്ങളുടെ ഈ കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണ് ടീച്ചർ. ത്വം എന്ന വാക്കിന്റെ അർത്ഥം നീ എന്ന അർത്ഥമാണ്. നീ അല്ലെങ്കിൽ താങ്കൾ, നീ, യു. ഇംഗ്ലീഷ് നമ്മൾ യു എന്ന് പറയത്തില്ലേ, താങ്കൾ, ത്വം. ത്വം എന്ന ഒരു കർത്തൃപദത്തിൽ വന്നാൽ ക്രിയാപദത്തിന്റെ അവസാനം പഠതി, ലിഖതി, നയതി എന്ന വാക്കുകൾ അല്ല വരിക. അതിന്റെ സ്ഥാനത്ത് തീ എന്നതിന്റെ സ്ഥാനത്ത് സി ചേർക്കണം. നോക്കി ഉത്തരം നോക്കിക്കേ. പ്രതിവദസി, ത്വം വദസി, ത്വം ലിഖസി, ത്വം നയസി, ത്വം പിന്നെ ഇങ്ങനെയാ വരിക. അപ്പൊ ഒരു ത്വം എന്ന കർത്തൃപദത്തിൽ വന്നാൽ ക്രിയാപദത്തിന്റെ അവസാനം പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യം, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ത്വം വന്നു കഴിഞ്ഞാൽ സി വരും. അഹം വന്നു കഴിഞ്ഞാല് ആ ക്രിയാപദത്തിന്റെ അവസാനം ആമി, പഠാമി, ലിഖാമി, നയാമി എന്ന് വരും. ത്വം വന്നു കഴിഞ്ഞാല് അവിടെ എന്താ വരിക, സി എന്ന് വരിക. അതേപോലെ ടീച്ചർ മൂന്നാമത്തെ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിയോളൂ. സഹ വാക്യം വദതി. മൈക്ക് ഓഫ് ചെയ്യൂ, മൈക്ക് ഓഫ് ചെയ്യൂ, എല്ലാരും ഓഫ് ചെയ്യൂ പ്ലീസ്. രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങൾ ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്താലല്ലേ ബാക്കി ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ. നോക്കിയോളൂ. സഹ വാക്യം വദാമി എന്നാ കൊടുത്തിരിക്കുന്നത്. ആ വാക്യത്തില് തെറ്റ് തിരുത്താനുള്ള പദം എന്ന് പറഞ്ഞാൽ സഹ എന്നുള്ള പദത്തിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചേർക്കണം? അവിടെ അഹം എന്ന ക്രിയാപദം, നാമപദം കൊണ്ടുവരണം. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ക്രിയാപദത്തിലാണ് തെറ്റ് ടീച്ചർ കാണിച്ചിരുന്നത്. മൂന്നാമത്തേതിലാണെങ്കിലോ സഹ എന്ന് പറയുന്നതായ കർത്തൃപദത്തിന്റെ സ്ഥാനം നമ്മള് അഹം എന്ന് ചേർക്കണം. അതുപോലെ നാലാമത്തെ ചോദ്യം നോക്കിയോളൂ. സാ ജലം പിപസി, സാ ജലം പിപസി. ക്രിയാപദത്തിൽ സി വന്നാൽ കർത്തൃപദം എപ്പോഴും ത്വം ആയിരിക്കും. അപ്പൊ ത്വമാണ് അതിന്റെ ഉത്തരം. ശരിയായ ഉത്തരം ത്വം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങള് നമ്മൾ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 2 അധ്യായത്തിലെ ചോദ്യങ്ങൾ നമ്മൾ ഏകദേശം വരാൻ സാധ്യതയുള്ളത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ അധ്യായം ചോദിച്ചോളൂ. ത്വം വന്നാൽ സി. ഇംഗ്ലീഷിൽ സി ഇടരുത് കേട്ടോ, ഇംഗ്ലീഷിൽ സി ഇടരുത്. എന്താ നമ്മളെ സാ എഴുതി ഹ്രസ്വമായ വര അല്ലേ, ഇടത്തോട്ടാ വള്ളി. അഹം വന്നാൽ ആമി, കടാമി, ലിഖാമി എന്ന് എഴുതുക. അപ്പോ ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ അവിടെ നോക്കൂ, അവിടെ തെറ്റെന്താ? നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാല് ടീച്ചർ അതൊന്നും കൂടെ പറയാം. എല്ലാരും മൈക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. മൈക്ക് ഓഫ് ചെയ്യൂ, എളുപ്പം പറയാം, എന്നിട്ട് അടുത്ത പാഠത്തിലേക്ക് പോവാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇതിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. നോക്കിയോളൂ. അഹം എന്ന നാമപദം വന്നാൽ, അഹം എന്ന് പറയുന്ന ഒരു നാമപദമാണ്. അഹം എന്ന നാമപദത്തിന്റെ അർത്ഥം ഞാൻ എന്നാണ്. ആ ഞാൻ, അഹം എന്ന നാമപദം വന്നാൽ ക്രിയാപദത്തിന്റെ അവസാനം ഒരു വാക്യത്തില് നാമപദവും ക്രിയാപദവും ചേരുമ്പോഴാണ് ഒരു വാക്യം ഉണ്ടാവുക. മിഷ മൈക്ക് മ്യൂട്ട് ചെയ്യും മോളെ, ഓഫ് ചെയ്യൂ മിഷ. അപ്പോ ആ നാമപദം അഹം വന്നാൽ കർത്തൃപദത്തില് ക്രിയാപദത്തിന്റെ അവസാനം പഠാമി. ഞാനൊന്നും പറയുന്നില്ല, മൈക്ക് മ്യൂട്ട് ചെയ്താലേ ഞാൻ മുന്നോട്ട് പറയുള്ളൂ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ലെഫ്റ്റ് ആയി പോവും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ടീച്ചർ ഇനിയുള്ള പാഠങ്ങൾ പറയാനുണ്ട്. നമുക്ക് 6 പാഠം പഠിപ്പിച്ച് തീർക്കാനുണ്ട്. നമുക്ക് പറഞ്ഞ് ചർച്ച ചെയ്ത് പോകാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ട് മൈക്ക് ഓഫ് ചെയ്തു വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 2 പാഠത്തിന്റെ കാര്യമായുള്ളൂ. ഏകദേശം 1/2 മണിക്കൂറോളം ഉള്ളൂ നമ്മുടെ ക്ലാസ് തീരാൻ. ഇനി എത്ര പഠിക്കാനുണ്ട്? എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും മൈക്ക് ഓഫ് ചെയ്തിട്ടിരിക്കുക. ഇനി നോക്കിയേ, 3-ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. 3-ാമത്തെ പാഠം
നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായ പാഠമാണ് അല്ലെ. ആ പാഠത്തില് വരാൻ സാധ്യതയുള്ളതായ അല്ല നോക്കിയോളൂ. മൂന്നാമത്തെ അല്ല, അതിന്റെ തുടർച്ച തന്നെയാണ്, തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. നോക്കിയോളൂ. ഡാഷ് കാര്യാണി കർത്തവ്യാനി. അത് മൂന്നാമത്തെ പാഠത്തിന്റെ അല്ല, രണ്ടാമത്തെ പാഠത്തിന്റെ തുടർച്ചയാണ്, തീർന്നിട്ടില്ല. പേജ് നമ്പർ 23 ആ പാഠത്തിന്റെ ഒരു മോറൽ അല്ലെ, ഒരു അവസാന ഭാഗം, ഒരു ഒരു നല്ല കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ഭാഗമാണ് അവിടെ. ഡാഷ് കാര്യാണി കർത്തവ്യാനി. നമ്മുടെ ജംബൂകനെ പോലെ, കുറുക്കനെ പോലെ നമ്മളെല്ലാവരും എന്തായിരിക്കണം? ഇപ്പൊ നിങ്ങള് കുറുക്കനെ പോലെ ഇരിക്കണം. എന്താണ്? അവധാനേന കാര്യാണി കർത്തവ്യാനി അല്ലെ. ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ക്ലാസ് കേൾക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ എങ്ങനെയാ പറ്റുക അല്ലേ? ഇത് നോക്കിയുള്ളൂ, അടുത്ത ചോദ്യം നോക്കിയുള്ളതില് കോപ്പി എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു ഉത്തരം പറയണ്ടാവും കുഞ്ഞുങ്ങളെ. നോക്കിയോ, കോപ്പി പദച്ഛേദം കുരുത. ഒരു വാക്യം അവിടെ തന്നിട്ടുണ്ട്, കോപ്പി എന്ന് പറഞ്ഞ. ആ വാക്യം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ആ പറഞ്ഞോളൂ മിസ്. ഈ ഒമ്പതാമത്തെ പാഠത്തിന് ക്വസ്റ്റ്യൻ ചോദിക്കുവോ? 8 പാഠേ ഉള്ളൂ. ആദ്യം നമുക്ക് തീർത്തിട്ട് 9 പോവാന്നേ. ഇത് നോക്കൂ. ആദ്യം 8 വരെ പഠിക്കണ്ടേ? പഠിച്ചിട്ടില്ല നമുക്ക് 9 പോകാൻ പറ്റുള്ളൂ. നോക്കിയാലോ, പേജ് നമ്പർ 24 നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്ന അതേ ഉദാഹരണമാണ് ടീച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. കോപ്പി പദച്ഛേദം കുരുത. പദച്ഛേദം എന്ന വാക്കിന് അർത്ഥം എന്താണ്? അത് 2 വാക്കുകൾ, 2 പദങ്ങൾ ചേർന്ന പദമാണ്. അതിനെ പദം ഛേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ വേർതിരിക്കുക, തിരിച്ചെഴുതുക എന്നർത്ഥം. അപ്പോ അതെങ്ങനെയാ വരിക? കഹ അധികം അപി. അവിടെ ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു എസ് പോലൊരു സിമ്പിൾ കിടപ്പുണ്ട് കണ്ടോ? എസ് പോലൊരു ചിഹ്നമുണ്ട്. ആ എസ് ചിഹ്നത്തിന്റെ അവിടെ നിങ്ങൾ ആ എന്ന് എഴുതണം തിരിച്ചെഴുതുമ്പോ. അതിന് തൊട്ടു മുൻപിൽ നമ്മൾ അധിക ചിഹ്നം ഇട്ട് കൊടുക്കണം. അതുപോലെ ആ എസ് പോലെ ചിഹ്നത്തിന് മുൻപിൽ ഓ എന്ന അടയാളമാണ് വരുന്നതെങ്കിൽ അത് എപ്പോഴും എന്തായി മാറും? ആ ഓയുടെ സ്ഥാനത്ത് 2 കുത്തിട്ട് കൊടുക്കണം, വിസർഗം ഇട്ട് കൊടുക്കണം. അപ്പൊ കഹ അധികം അപ്പിയാണ് കോപ്പി എന്നാവുന്നത്. എന്താണ്? പറഞ്ഞോളൂ. ഇനി അതുപോലെ അടുത്ത വാക്ക് നോക്കിയുള്ളൂ. സിംഹസ്യ ഗർജനം. ഈ സിംഹസ്യ ഗർജനം എന്ന വിഗ്രഹവാക്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പദമാണ്. പേജ് നമ്പർ 24 അതേ ഉദാഹരണം ടീച്ചർ അവിടെ കൊടുത്തത്. സിംഹസ്യ ഗർജനം എന്ന 2 വാക്യത്തെ നമ്മൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു, ഒരുമിച്ച് പറയണം. ഒരുമിച്ച് പറയുന്നതിന് നമ്മൾ സമാസവാക്യം എന്ന് പറയും. ആ ഒരുമിച്ചത് വിഭക്തി പ്രത്യയത്തോടു കൂടി, വിഭക്തികൾ എന്ന് പറഞ്ഞാല് നാമപദങ്ങളോട് കൂടെ ചേർന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമ്മള് അത് ചേർത്ത് അങ്ങനെ എഴുതുമ്പോൾ അതിനെ വിഗ്രഹവാക്യം എന്ന് പറയും. ആ വിഭക്തികൾ ചേർന്ന് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ 2 പദങ്ങളെ, മുന്നിലൊരു പദം ഉണ്ടാവും, പിന്നിലൊരു പദം ഉണ്ടാവും, ഈ 2 പദങ്ങളും ചേർത്ത് പറയുന്നതിനെ നമ്മള് സമാസപദം എന്ന് പറയും. ആ സമാസപദത്തെയാണ് ഏകപദം എന്ന് പറയാ. അപ്പൊ അതാണ് എന്താണ്? സിംഹസ്യ ഗർജനം, സിംഹഗർജനം. ഇനി അതുപോലെ അടുത്ത ചോദ്യം കണ്ടോളൂ. പശ്യതി ഇത്യസ്യ ധാതുഹു കഹ. പശ്യതി എന്നതിന്റെ ധാതു. ഇതുപോലൊരു ചോദ്യം നമ്മൾ 1ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. പശ്യതി എന്ന് പറയുന്നതിന്റെ ധാതു എന്ന് പറഞ്ഞാല് ദൃശ്യം എന്നാണ് ആ ധാതുവിന്റെ അർത്ഥം. ഇനി നിങ്ങൾ തന്നെ പഠിച്ചതായ അടുത്ത പേജ് നമ്പർ 26 നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് കുറെ ചോദ്യങ്ങൾ വിട്ടുപോയി നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ഉത്തരൊക്കെ എടുത്തെഴുതിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സിംഹ ഗർജതി. സിംഹ എന്ന് പുല്ലിംഗ പദം ഏകവചനമാണ്. സിംഹത്തിന്റെ സ്വഭാവം എന്താണ്? ഗർജിക്കുകയാണ് അല്ലെ, ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പോ സിംഹ ഏകപദം. അപ്പൊ ക്രിയാപദത്തിന്റെ അവസാനം തീ വരും, ഗർജതി. 2ാമത്തെ ചോദ്യം കണ്ടോളൂ. ഗജൗ. ഔ എന്ന് പറഞ്ഞ 2 എണ്ണത്തെ സൂചിപ്പിക്കുന്നു, അതായത് ദ്വിവചനത്തെ സൂചിപ്പിക്കുന്നു. ആ ദ്വിവചനം സൂചിപ്പിക്കുന്നതായ നാമപദമായ ഗജൗ, 2 ആനകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗജൗ എന്ന പദത്തിന്റെ അർത്ഥം 2 ആനകൾ. സിംഹ എന്ന് പറഞ്ഞാൽ ഒരു ആന എന്നാണ് അർത്ഥം. അല്ലേ? ഗജഹ, സിംഹ എന്ന് പറഞ്ഞാൽ ഒരു സിംഹം. സിംഹം എന്ന് പറഞ്ഞാൽ 2 സിംഹങ്ങൾ. ഇവിടെ ഗജൗ 2 ആനകൾ. ചലതഹ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു, 2 ആനകൾ മുന്നോട്ട് പോകുന്നു.
അപ്പൊ ഔ എന്ന നാമപദത്തിനോട് കൂടെ ചേർന്ന് വന്ന ക്രിയാപദത്തിന്റെ അവസാനം എപ്പോഴും നിങ്ങളുടെ ഭാഷയിൽ എളുപ്പം മനസ്സിലാക്കി വെക്കണമെങ്കിൽ തഹ കാണും. തലതഹ എന്ന് പറയുന്നത് നടക്കുന്നത് നടക്കുക എന്നർത്ഥം, സഞ്ചരിക്കുക, ചലിക്കുക, മുന്നോട്ട് പോവുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രിയാപദമാണത്. ഇനി അടുത്ത നോക്കിക്കോ. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഔ സിംഹൗ ഗജൗ ശശകൗ. അടുത്ത 31ാമത്തെ ചോദ്യം കണ്ടോളൂ. ശശകൗ എന്നാണ് ചോദ്യം. ശശകൗ എന്ന് ചോദിച്ചാൽ എന്നർത്ഥം? ശശകഹ എന്ന് പറഞ്ഞാൽ മുയൽ, ശശകൗ എന്ന് പറഞ്ഞാൽ 2 മുയലുകൾ. ഘാതതഹ, ഘാതതി എന്ന് പറഞ്ഞാൽ തിന്നുന്നു. ശശകഹ ഘാതതി, ശശകൗ ഘാതതഹ. 2 മുയലുകൾ ഭക്ഷണം കഴിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഔ വന്നാൽ വർത്തമാനകാല ക്രിയാപദത്തിന്റെ അവസാനം തഹ കാണും. എളുപ്പം, നിങ്ങൾ എളുപ്പം മനസ്സിലാക്കി വെക്കാൻ അത് എളുപ്പ വഴി. ശശകൗ ഘാതതഹ, ആലൗ പടതഹ. ഇവിടെ നോക്കി അതുപോലെ അടുത്തത് ശൃഗാലൗ. ശൃഗാലൗ. കേട്ടില്ല? ഔ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല. നാമപദത്തിൽ നിങ്ങൾ ടീച്ചറെ ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഓഫ് ചെയ്താലേ ടീച്ചർ അടുത്ത് പറയുള്ളൂ. മൈക്ക് ഓഫ് ചെയ്യൂ. നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കൂ. നല്ല ടീച്ചർ പറയണ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സമയം പോകുന്നു. 8:30 മുമ്പ് നമുക്ക് തീർക്കേണ്ടതൊക്കെ. നിങ്ങൾ ഇങ്ങനെ ടീച്ചറിന് മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ ടീച്ചർ പറയണ കേൾക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇതൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്. 5ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ സ്കോളർഷിപ്പ് വാങ്ങിക്കുമ്പോൾ ടീച്ചറിനെ ഓർക്കണം കേട്ടോ. നമ്മുടെ ക്ലാസ് കേട്ടു, ഗംഭീരമായിട്ട് നിങ്ങൾ പഠിച്ചു, മിടുക്കരായിട്ട് സ്കോളർഷിപ്പ് വാങ്ങിച്ച് നിങ്ങൾ അവിടെ എല്ലാം പോസ്റ്റർ ഒക്കെ ഒട്ടിക്കണ്ടേ അല്ലേ? സ്റ്റാറ്റസ് ഒക്കെ ഇടാനുള്ളവരാ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയോളൂ. മുന്നോട്ട് പോവാണേ. ശൃഗാലൗ എന്ന് പറഞ്ഞാല് ഔകാരം 2 ഔ നാമപദത്തിന്റെ കൂടെ പുല്ലിംഗവാചികളായ പദമാണ്. ശൃഗാലഹ എന്ന് പറഞ്ഞാൽ കുറുക്കൻ, ജംബൂകഹ എന്നിന്റെ വേറൊരു വാക്കാണ് ശൃഗാലൗ. ശൃഗാലൗ പശ്യതഹ. ക്രിയാപദത്തിന്റെ അവസാനം തഹ വന്നു. പശ്യതഹ. ഔ ചിഹ്നം വരുന്നത് ഔ ചിഹ്നം എന്തിനാ വരുന്നത്? നാമപദത്തിന്റെ അവസാനം. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ അങ്ങനെ എളുപ്പം പറഞ്ഞു തന്നാണ്. നാമപദത്തിന്റെ അവസാനം ഔ വന്നാൽ രാമൗ, കൃഷ്ണൗ, ഗോവിന്ദോ, ബാലൗ, സിംഹൗ, മകരൗ, വാനരൗ, കാക്കൗ, സിംഹൗ, പിന്നെ ശശകൗ, ഹംസൗ തുടങ്ങിയ പദങ്ങളെല്ലാം പുല്ലിംഗ പദങ്ങളാണ്. ഈ ഔ ചേർത്ത് വരുന്നതിന് അർത്ഥം 2 കാക്ക, 2 പൂച്ച, 2 മയില്, 2 സിംഹം, 2 ആന എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ വാക്കുകൾക്കാണ് ഔ പറയുക. ആ ഔ ചിഹ്നം വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേർക്കുന്ന ക്രിയാപദത്തിന്റെ അവസാനം തഹ എന്ന് ചേർക്കണം. പശ്യതഹ, ഘാതതഹ, വദതഹ, ലിഖതഹ, പശ്യതഹ എന്നൊക്കെ വരും. ഉത്തരം ചേർക്കണ്ട. പശ്യതഹ നോക്കോളൂ. ശൃഗാലൗ പശ്യതഹ. വേറെ പലതും ഉണ്ടാവും, ബ്രാക്കറ്റിൽ വേറൊക്കെ ഉത്തരം ഉണ്ടാവും. കറക്റ്റ് ഉത്തരം ഏതാണ്? ശൃഗാലൗ വന്നു കഴിഞ്ഞാൽ പശ്യതഹ ആണ് ഉത്തരം. ഇനി അടുത്ത് നോക്കിയോളൂ. 33ാമത്തെ ചോദ്യം. തരും നോക്കിയോളൂ. 33ാമത്തെ ചോദ്യം നോക്കിയോളൂ. രാമായണസ്യ കർത്താ കഹ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്. വാൽമീകി. വേറെ ആളുടെ ഒക്കെ പേരുണ്ടാവും അല്ലെ? രാമായണസ്യ കർത്താ വാൽമീകി. മഹാഭാരതസ്യ കർത്താ കഹ. വേദവ്യാസഃ. ഉത്തരം പറയണ്ട കുഞ്ഞുങ്ങളെ. വേദവ്യാസ. രഘുവംശസ്യ കർത്താ കഹ. കാളിദാസഃ. രഘുവംശം എന്ന പുസ്തകത്തിന്റെ എഴുതിയത് കാളിദാസനാണ്. മൈക്ക് ഓഫ് ചെയ്യൂ. ആൻസർ പറയണ്ട. ഇനി അതുപോലെ നേരത്തെ 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ രഘുവംശസ്യ കർത്താ കാളിദാസഃ. 1ാമത്തെ പാഠത്തിൽ ടീച്ചർ പറഞ്ഞു ഒരു വാക്കിന് തന്നെ പല പല അർത്ഥങ്ങളുണ്ട് അല്ലെ? പര്യായവാചി ശബ്ദങ്ങൾ. അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു പദം തന്നിട്ട് ചോദ്യം ചോദിക്കുക, സമാന പദം ലിഖത എന്നാ ചോദിക്കുക. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് തന്നെ ഉള്ളതായിട്ടുള്ള വാക്കുകളാണ് ടീച്ചർ എഴുതിയത്. പേജ് നമ്പർ 30 നോക്കിയോളൂ. വനം,
അടവി, അരണ്യം, വിപിനം, ഗഹനം, കാനനം. കേട്ടു പരിചയമുള്ള വാക്കുകൾ മാത്രമേ ടീച്ചർ അവിടെ എഴുതിയിട്ടുള്ളൂ. അതിലും കൂടുതലുണ്ട് അവിടെ. അപ്പൊ ഏതൊക്കെയാണ്? അടവി, മനസ്സിൽ പറഞ്ഞ അത് മൈക്ക് ഓൺ ചെയ്യണ്ടാരും. അടവി, അരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം. വനത്തിന്റെ പര്യായവാചികളായ ശബ്ദങ്ങളാണ്. അടുത്ത സിംഹഹ. സിംഹഹ എന്നുള്ള വാക്കില് മൃഗേന്ദ്രഹ, കേസരി. ഇപ്പൊ പറഞ്ഞതുള്ളത് 30ാമത്തെ പേജില്, പേജ് നമ്പർ 30-ലുണ്ട്. 30-ല്, പേജ് നമ്പർ 30. പിങ്ക് ബോക്സിലാ? അപ്പൊ അല്ല, ബ്ലൂ ബോക്സിൽ നോക്കിക്കേ. അമരകോശം എന്നുള്ള ഭാഗത്താ ഉള്ളത്. അമരകോശം കണ്ടോ? സമാന പദമുള്ള ഭാഗമാണത്. ഇനി അടുത്ത നോക്കിയേ. വനശബ്ദസ്യ പഞ്ചമീ രൂപം കിം? വനശബ്ദത്തിന്റെ പഞ്ചമി രൂപം 30 പേജ് നമ്പർ 30. അപ്പൊ നോക്കിയേ, വനശബ്ദസ്യ പഞ്ചമി രൂപം. അത് പേജ് നമ്പർ 30-ല് യെല്ലോ കളറിലുണ്ട്. യെല്ലോ കളറിലെ 7 വിഭക്തികള്. ടീച്ചർ അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തിട്ട് അടുത്തതിലോട്ട് പോവാന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. ടീച്ചർ ഒന്ന് ഓർപ്പിച്ചിട്ട് പോട്ടെ. അകാരാണ്. അതായത് എല്ലാ നാമപദങ്ങൾക്കും 7 വിഭക്തികളാണുള്ളത്. സംബോധന പദവും കൂടെ ചേരുമ്പോ 8 അല്ല വരിക. അത് ഒന്നിന്റെ ഭാഗം തന്നെയാണ്. പ്രഥമ സംബോധന 8 7 വിഭക്തികളേ ഉള്ളൂ. വിഭക്തികൾ 7. പ്രഥമ, ദ്വിതീയ, തൃതീയ. 8 7. തൃതീയ, ചതുർത്ഥി. പറയാം, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ, എന്നിട്ട് പറയൂ. മൈക്ക് ഓഫ് ചെയ്യൂ. ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി എന്ന് പറയുന്ന 7 വിഭക്തികൾ പ്രഥമ വിഭക്തിയുടെ ഒരു ഭാഗമായിട്ടാണ് സംബോധന പ്രഥമയെ ചേർക്കുക. അപ്പൊ 7 വിഭക്തികളുണ്ട്. അപ്പൊ ഇവിടെ 35ാമത്തെ ചോദ്യം. 8 കുഞ്ഞുങ്ങളെ, തെറ്റ് പഠിച്ചു വെക്കരുത്. 7 വിഭക്തികളേ ഉള്ളൂ. ടീച്ചർ പറയുന്ന കേൾക്കൂ, കേട്ടിട്ട് മനസ്സിലാക്കൂ. അടുത്ത നോക്കിക്കേ. അവിടെ ചോദ്യം ഇതാണ്. വനശബ്ദസ്യ പറഞ്ഞോളൂ. 8 മൈക്ക് ഓഫ് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്യൂ. 30 പേജ് നമ്പർ 30. ഒന്നുകൂടെ പറയാം. നോക്കോളൂ. മൈക്ക് ഓഫ് ചെയ്യൂ. അപ്പോ പറഞ്ഞോളൂ. ഈ വനത്തിന്റെ മീനിങ് ഇല്ലേ? അപ്പൊ ആ വനത്തിന്റെ മീനിങ്ങിൽ തന്നെ വനം എഴുതാൻ പറ്റുക? വനത്തിന്റെ മീനിങ്ങിൽ വനം എഴുതാൻ പറ്റില്ലല്ലോ. വനം അല്ലാത്ത ഒരു വാക്കായിരിക്കും തരിക. സമാന പദം വനം അല്ലാത്ത ഒരു വാക്കായിരിക്കും തരിക. വനമല്ലാത്ത വാക്കുകൾ അടവി എന്നോ. അവിടെ ആ ചോദ്യത്തിലല്ലേ, ടെക്സ്റ്റില് വനം എന്ന് എഴുതിയിട്ടില്ലല്ലോ. അത് കാര്യാക്കണ്ട. പരീക്ഷയ്ക്ക് നിങ്ങക്ക് വനത്തിന്റെ പകരമുള്ള വേറെ പദങ്ങളായിരിക്കും തരിക. അപ്പൊ നിങ്ങക്ക് ഏതാണോ അതിൽ വരുന്ന ഉത്തരം അത് കൃത്യമായിട്ട് എഴുതുക. അപ്പൊ നോക്കിയോളൂ. ഇതേപോലത്തെ വരൂലോ. ഇല്ല. നോക്കിയോളൂ. അടുത്തത് ഇമോജി കൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരാ ഇമോജി ഇടുന്നേ. നല്ല കുഞ്ഞുങ്ങൾ എല്ലാരും ഓഫ് ചെയ്തൊക്കെ മിടുക്കരായിട്ടിരിക്കും. മൈക്ക് ഓഫ് ചെയ്യൂ. പറഞ്ഞ മോൻ തന്നെ മൈക്ക് ഓഫ് ചെയ്തില്ല, പിന്നെ എങ്ങനെ പറയാൻ പറ്റുക? പിങ്ക് ഷർട്ടിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരാ? യെല്ലോ കളർ ഷർട്ട്. ഓഫ് ചെയ്യും, മൈക്ക് ഓഫ് ചെയ്യും മോനെ. ഇനി നോക്കിയുള്ളൂ. അടുത്ത ചോദ്യം. എനിക്ക് നിങ്ങളെ കാണാനുള്ള അവസരം ഞാൻ തരും. നമുക്ക് സംസാരിക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ക്ലാസ് കേൾക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇനി നോക്കിക്കോളൂ. അപ്പൊ ടീച്ചർ ഞാൻ അടുത്തതിലോട്ട് പോവാണ്. ആദികാവ്യം കിം? ആദികാവ്യം രാമായണം. ആദികാവ്യം രാമായണമാണ്. അപ്പൊ ആ രാമായണം എഴുതിയ ആളായിരിക്കും ആദി കവി. അപ്പൊ രാമായണം എഴുതിയതായ വാൽമീകിയാണ് ആദി കവി. ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാഠത്തില് നമ്മൾ തുടക്കത്തില് പഞ്ചതന്ത്രസ്യ കർത്താകഹ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പഠിച്ചു. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ 5 തന്ത്രങ്ങള്. ആ കഥയൊക്കെ നിങ്ങളെ ക്ലാസ്സിലെ ടീച്ചറിനോട് ചോദിക്കുക. ടീച്ചർ അതിന്റെ പേര് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചൊന്ന് പഠിച്ചു പറഞ്ഞു പോവാന്നുള്ളൂ. പഞ്ചതന്ത്ര ഒരു ചോദ്യമാണ്. പഞ്ചതന്ത്രേ കതി തന്ത്രാണി സന്ധി. നിങ്ങൾ ഇതുപോലൊരു ചോദ്യം ഉണ്ടാവുക. ഇതുപോലൊരു ചോദ്യം പഠിക്കാം. നോക്കിക്കോളൂ. പഞ്ചതന്ത്രേ കതി തന്ത്രാണി. എത്ര തന്ത്രങ്ങൾ? കതി എന്ന വാക്കിനർത്ഥം
എത്ര എന്നാണ് ആ ചോദ്യത്തിന് അർത്ഥം. എത്ര തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ 5 തന്ത്രങ്ങളുണ്ട്. ആ 5 തന്ത്രത്തിന്റെ പേരാണ് ടീച്ചർ താഴെ കൊടുത്തിരിക്കുന്നത്. മിത്രലാഭ, മിത്രഭേദ, കാകോലുകീയം, ലബ്ധപ്രണാശ, അപരീക്ഷിതകാരകം എന്നീ 5 തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രം. ഈ 5 തന്ത്രങ്ങളെ ഉപയോഗിച്ചിട്ടാണ് വിഷ്ണു ശർമ്മ എന്തെഴുതിയത്? പഞ്ചതന്ത്രം എന്ന് പറഞ്ഞ ഒരു കഥ. അത് ഈ 5 തന്ത്രത്തിലെയും ഈ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാവരും മൃഗങ്ങളായിരിക്കും. നല്ല ഗുണപാഠങ്ങളുള്ള കഥകളാണ്. ഇതിന്റെ ലൈബ്രറിയിലൊക്കെ ഇതിന്റെ പുസ്തകം ഉണ്ടാവും. മലയാളത്തിൽ, ഇംഗ്ലീഷിലൊക്കെ കിട്ടും, സംസ്കൃതത്തിലും കിട്ടും. പറയൂ ടീച്ചറെ. ആ ഈ തന്ത്രങ്ങൾ പഠിക്കേണ്ടി വരുവാ? ചിലപ്പോ ചോദിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു തന്ത്രം ഇടയ്ക്ക് വിട്ടുപോയിട്ട്, ഇപ്പോ മിത്രലാഭ, മിത്രഭേദ, ഡാഷ്, ലബ്ധപ്രണാശ, അപരീക്ഷിതകാരകം, അല്ലെങ്കിൽ ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് ഒരെണ്ണം എഴുതാൻ ചോദിക്കാം. ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. മിത്രലാഭ, മിത്രഭേദ, ഗ്രൂപ്പിലിടും. ഇതൊന്നും ഇപ്പൊ എഴുതിയെടുക്കണ്ട, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇതെല്ലാം ഗ്രൂപ്പിൽ തരും. ലബ്ധപ്രണാശ, അപരീക്ഷിതകാരകം. ഇനി അടുത്ത ഇത് ഇവിടെ കൊണ്ട് നമ്മുടെ ഏത് തീരുകയാണ്? ടീച്ചർ നേരത്തെ എന്താണ് ഹെഡിങ് കൊടുത്തപ്പോ ഒന്ന് തെറ്റിപ്പോയതാണ്. ഈ ലബ്ധപ്രണാശം വരെ, അപരീക്ഷിത കാരം വരെ ആകുമ്പോ നമ്മുടെ 2ാമത്തെ പാഠം തീരുകയാണ്. 39ാമത്തെ ചോദ്യം മുതൽ നമ്മൾ 3ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഏകദേശം 30ഓളം ചോദ്യങ്ങൾ നമ്മൾ 1-2 പാഠങ്ങളിലേക്കായിട്ട് പഠിച്ചു. 30 അല്ലല്ലോ, അതിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നോക്കിക്കേ, 39ാമത്തെ ചോദ്യമാണ് അടുത്ത പാഠം. അത് നിങ്ങൾക്കറിയാം. മൈക്ക് ഓഫ് ചെയ്യൂ. രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യാൻ. എന്താണ് കേട്ടില്ല? വേദങ്ങളെ കുറിച്ചൊന്നും ഇപ്പൊ നിങ്ങൾക്ക് അത് പറയാം, ടീച്ചർ പറയാം. അപ്പൊ ടീച്ചർ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. രക്ഷകർത്താക്കളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഏകദേശം 8:05 ക്ലാസ് നീണ്ടുപോയാൽ നമുക്ക് 8 പാഠം തീർക്കേണ്ടതായിട്ടുണ്ട്. 3ാമത്തെ പാഠം ആയതേ ഉള്ളൂ. അപ്പൊ ഒന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷകർത്താക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കിക്കോളൂ. കെ വർഷന്തി, അത് നിങ്ങളുടെ പേജ് നമ്പർ 34 തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കെ വർഷന്തി 34ാമത്തെ പേജിൽ തന്നെ ഉണ്ടത്. മേഘാഹ വർഷന്തി, ആരാണ് പെയ്യുന്നത്? കെ. പറഞ്ഞോളൂ. അടുത്തത് പറയാണ്. മേഘാഹ വർഷന്തി, കെ വർഷന്തി, മേഘാഹ വർഷന്തി. 40ാമത്തെ ചോദ്യം. മേഘാഹ കഥാ ആധിക്യേന വർഷന്തി. ആധിക്യം എന്ന് പറഞ്ഞാൽ അധികമായി. ആധിക്യം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം അധികമായി, ഏറ്റവും കൂടുതൽ. പറഞ്ഞോളൂ. കേട്ടില്ല, എന്താ മോളെ? ചോദ്യത്തിന് അർത്ഥം വരുമോ? ഇല്ല, അർത്ഥമൊന്നും വരില്ല. അർത്ഥം ടീച്ചർ മലയാളത്തിൽ മനസ്സിലാക്കി തരാൻ അർത്ഥം ചോദ്യം സംസ്കൃതത്തിൽ തന്നെയായിരിക്കും. ഇതുപോലെ ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പൊ നോക്കിക്കോളൂ. അടുത്തത് 40ാമത്തെ ചോദ്യം. കെ കഥാ മേഘാഹ കഥാ ആധിക്യേന വർഷന്തി. അധികമായി പെയ്യുന്ന എപ്പോഴാണ്? വർഷാകാലേ, മഴക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. അപ്പൊ വർഷാകാലേ വർഷന്തി. അടുത്തത് 41. മയൂരാഹ കഥം നൃത്യന്തി. കഥം എന്ന ചോദ്യത്തിന് അർത്ഥം എങ്ങനെയാണ്, എങ്ങനെ നൃത്തം ചെയ്യുന്നു. സാനന്ദം, മഴക്കാലം വന്നു കഴിഞ്ഞാല് നല്ല കാർമേഘങ്ങൾ വന്നു കഴിഞ്ഞാല് എന്താണ് മയിലുകൾക്ക് വളരെ ആനന്ദമാണ്. ആ മേഘങ്ങൾ കാണുമ്പോ തന്നെ എന്താണ് മയിലുകൾക്ക് സന്തോഷം കൊണ്ട് അത് പീലി നിവർത്തി അത് ഡാൻസ് ഒക്കെ കളിക്കും. ഇപ്പൊ എന്താണ് സാനന്ദം എന്ന വാക്കിനർത്ഥം എന്താണ്? സന്തോഷത്തോടു കൂടി എന്നാണ് അർത്ഥം. ഡാഷ് ക്രോശന്തി, ഭേകാഹ. ഭേകാഹ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, ഭേകാഹ എന്ന് പറഞ്ഞാല് തവളയാണ്. നമ്മൾ ഈ ഭേകാഹ, ബേക്കാഹ എന്ന് പഠിച്ചു. 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. ബേകാഹ
എന്ന് ബഹുവചനമായതുകൊണ്ടാണ് അവിടെ ക്രോശന്തി എന്ന് വന്നത്. അതിന് ശബ്ദം ഉണ്ടാക്കുന്നതിനാ പറയാ. ബാലാഹ കുത്ര സഹർഷം ക്രീഡന്തി. നിങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമാണ്. സ്കൂളിൽ നമ്മൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം. എന്താ കുഞ്ഞുങ്ങള് കുത്ര എവിടെയാണ്? കേട്ടില്ല, എന്താ മോളെ? ടീച്ചറെ അർത്ഥങ്ങൾ പഠിക്കേണ്ടി വരുമോ? അർത്ഥങ്ങൾ മലയാളത്തിൽ വേണ്ട, സമാന പദങ്ങൾ പഠിക്കണം. സമാന പദങ്ങൾ പഠിക്കണം. ഇത് മനസ്സിലാക്കി പോവാ ചോദ്യങ്ങള്. മേഘങ്ങൾ മേഘങ്ങൾ മേഘങ്ങൾ. കാലങ്ങൾ ഞാൻ നമ്മൾ പഠിച്ചു വരുമല്ലോ. വർഷങ്ങൾ നോക്കിയോളൂ അടുത്തത്. ബാലാഹ പുത്ര സഹർഷം ക്രീഡന്തി. എവിടെയാണ്? അങ്കണേ, മുറ്റത്ത്. അങ്കണേ, മുറ്റത്താണ് കുഞ്ഞുങ്ങൾ ആനന്ദത്തോടുകൂടി ഡാൻസ് കളിക്കുന്നത്. വർഷങ്ങളെ പറയാം മോളെ. അടുത്ത നോക്കിയോളൂ. 44-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 44. നിങ്ങൾ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്യുക. അതുപോലെ ഇമോജി ഇടുന്നത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഇമോജി കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അതിൽ 3 ഡോട്ടിൽ പോയിട്ട് അതിൽ സെറ്റിങ്സ് ഉണ്ടാവും, ഇടതുവശത്ത് സെറ്റിങ്സ് ഉണ്ടാവും. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ഷോ റിയാക്ഷൻസ് ഫ്രം അതേഴ്സ് എന്നുള്ള ബട്ടൺ ഓൺ ആയി കിടക്കുന്നുണ്ടാവും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ റിയാക്ഷൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സെറ്റിങ്സിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി ഇടുന്നത് ആ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓക്കെ, അത് ആ രീതിയിൽ ചെയ്താൽ മതി. ഇതിൽ കാണുന്നില്ല. നോക്കിയോളൂ. അടുത്തതിലേക്ക് പോവാണേ. നമ്മുടെ സമയവും കൂടെ നോക്കണം. ഇപ്പൊ ഇത്ര 3-ാമത്തെ പാഠമേ ഉള്ളൂ. ഇനി കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് ദയവേത് എന്റെ കുഞ്ഞുങ്ങളെല്ലാം സഹകരിച്ച് മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക. സംശയങ്ങളൊക്കെ നമുക്ക് അവസാനം, ക്ലാസ്സിന്റെ അവസാനം ചോദിക്കാം. എപ്പോഴാ ക്ലാസ് തീരെ? എത്ര മണിക്കാ? നമ്മൾ പഠിക്കണ്ടേ? ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയാ മതിയോ? മനസ്സിലാക്കി പോണ്ടേ? അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ. മനസ്സിലാക്കി പോണ്ട, സ്പീഡിൽ പോണം. സ്പീഡിൽ പോയാ മതി. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കും. ബാക്കി എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യൂ. മൈക്ക് ഓഫ് ചെയ്യൂ. നോക്കി അടുത്തത്. കേ പൂർണാഹ ഭവന്തി. പൂർണാഹ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക. ജലാശയാഹ, മഴക്കാലം വന്നു കഴിഞ്ഞാൽ ജലാശയങ്ങളെല്ലാം നിറഞ്ഞിരിക്കും അല്ലേ? കേ പൂർണാഹ. ആവശ്യമില്ലാത്ത കാര്യങ്ങള് മെസ്സേജ് ഒന്നും അയക്കരുത് എന്റെ കുഞ്ഞുങ്ങള്. മിടുക്കരായിട്ട് ഇരുന്നേ. കേ പൂർണാഹ ഭവന്തി. ശ്രദ്ധിക്കുക, മെസ്സേജ് ഇട്ട് കളിക്കരുത്, റിമൂവ് ചെയ്യുന്നതായിരിക്കും. സാരെങ്കിൽ ശ്രദ്ധിക്കാം. സാരംഗിന്റെ പാരന്റ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങള് എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വീക്ഷിക്കുക കേട്ടോ. കാരണം 200-250 പുറത്ത് കുട്ടികൾ ക്ലാസ് പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് നോക്കിയോളൂ. 45-ാമത്തെ ചോദ്യം. രക്ഷതി ഇത്യസ്യ ലോട്ട് രൂപം കിം. നമ്മൾ ഇത്രയും നേരം ലട്ടിലെ ലകാരമാണ് പഠിച്ചത്. വർത്തമാന കാലത്തിലെ ക്രിയയാണ് പഠിച്ചത്. അപ്പൊ രക്ഷതി, പഠതി, നയതി, വതതി, ലിഖതി ഇതൊക്കെ വർത്തമാനകാല ക്രിയാപദമാണ്. ആ ക്രിയാപദത്തിന്റെ ലകാരം എന്ന് പറയുന്ന ലട്ട് എന്ന ലകാരമാണ്. ലകാരങ്ങൾ എന്ന് പറഞ്ഞാല് കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്ന് പറയില്ലേ? അങ്ങനെ കാലങ്ങളെ. ടീച്ചറെ പറഞ്ഞോളൂ. എത്ര ലകാരങ്ങളുണ്ട്? പറയാം. ഇത് പറഞ്ഞു വരുക. 10 ലകാരങ്ങളാണ് സംസ്കൃതത്തിലുള്ളത്. അതൊന്നും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാവശ്യം വേണ്ട. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ മതി. അപ്പൊ വേണ്ട, അതിപ്പോ ടീച്ചർ പറയണ കേക്കോ ആദ്യം. ഇപ്പൊ രക്ഷതി ഇത്യസ്യ ലോട്ട് രൂപം. രക്ഷതി എന്നതിന്റെ ലോട്ടിലെ രൂപം എന്താണെന്നാണ്. ഇപ്പൊ പഠതി, ലിഖതി, രക്ഷതി എന്ന് പറഞ്ഞാൽ ഈ തീ മാറ്റിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ രക്ഷതു, പഠതു, നയതു, വതതു എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി അവിടെ?
അത് ലോട്ടിലെ രൂപമായി മാറും. ഇനി 46 കതി ഋതവഹ സന്തി. നിങ്ങൾക്കറിയാം എത്ര ഋതുക്കളാണുള്ളത്? 6 ഋതുക്കളുണ്ട്. 6 ഋതുക്കളുടെയും പേര് തൊട്ടടുത്ത ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വസന്തഃ, ഗ്രീഷ്മഃ, ഡാഷ്, ശരത്, ഹേമന്തഃ, ശിശിരഃ. അവിടെ വിട്ടുപോയിട്ടുള്ളതായിട്ടുള്ള ഋതു എന്ന് പറയുന്ന വർഷ എന്നാണ്. അപ്പൊ വസന്തഃ, ഗ്രീഷ്മഃ, വർഷ, ശരത്, ഹേമന്തഃ, ശിശിരഃ. ഓർഡറിൽ പഠിക്കണം. അടുത്ത നോക്കിയോളൂ. 48ാമത്തെ ചോദ്യം. ഭവതി ഇത്യസ്യ ബഹുവചന രൂപം കിം? ഭവതി എന്ന ക്രിയാപദത്തിന്റെ ബഹുവചന രൂപം എന്താണ്? ഭവന്തി എന്നാണ് അതിന്റെ ബഹുവചന രൂപം. ഈ 49ാമത്തെ ചോദ്യം. സമാനാർത്ഥ പദം ലിഖത. അതെല്ലാ പാഠഭാഗത്തിന്റെയും അവസാനം നിങ്ങൾക്ക് അമരകോശം എന്ന് പറഞ്ഞ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ് കാണിക്കുന്നുള്ളൂ. അപ്പൊ സമാനാർത്ഥ പദം ഭൂമി എന്നുള്ളതിന് സമാന പദങ്ങളാണ് അചല, സ്ഥിര, ധര, ധരിണി, ധരിത്രി, ക്ഷിതി. 49ാമത്തതിന്റെ ബാക്കി ഭാഗങ്ങൾ, 49ന്റെ ബാക്കി. ഇനി അടുത്ത് നോക്കിയേ, നദി. നദി എന്ന സംശയം അവസാനം ചോദിക്കാം മോനെ. ക്ലാസ്സിന്റെ അവസാനം സംശയമുള്ള നോട്ടിൽ എഴുതി വെക്കൂ. എല്ലാരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കൂ. സംശയമുള്ള ഭാഗങ്ങള് നോട്ടിൽ കുറിച്ച് വെക്കുക. ക്ലാസ്സിന്റെ ഈ പാഠം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത നദി. സരിത്ത്, തരംഗിണി, തടിനി എന്നൊക്കെയാണ് നദിയുടെ പര്യായവാചി ശബ്ദം. ഇനി നോക്കിക്കേ അടുത്ത ചോദ്യം, 50ാമത്തെ ചോദ്യം. പക്ഷിണഃ സമാന പദം കിം? പക്ഷിണഃ എന്ന വാക്കിന്റെ സമാന പദം എന്താണെന്നാണ് ചോദ്യം. ഖഗാഹ എന്നാണ് സമാന പദം. പറഞ്ഞോളൂ. ഇനി അടുത്ത നമ്മള് 4ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. സൗഹാർദ്ദ കുസുമാനി എന്നാണ് 4ാമത്തെ പാഠം. നിങ്ങൾക്ക് നല്ല രസകരമായ 3 സുഭാഷിതങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. ആ സൗഹാർദ്ദ കുസുമാനിയില് നമുക്ക് ഏറ്റവും നമ്മുടെ ഭാരതത്തിലെ നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളായി PSC പരീക്ഷയൊക്കെ എഴുതുന്ന വലിയ LSSO അങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോക്കിക്കോളൂ. പറഞ്ഞോളൂ. നോക്കിയോളൂ. അടുത്തത് സൗഹാർദ്ദ കുസുമാനി. പറഞ്ഞോളൂ. ഓക്കെ. സൂര്യമന്ദിരം. മൈക്ക് ഓഫ് ചെയ്യുമോനെ. സൂര്യമന്ദിരം കുത്ര ഭവതി? ഇമ്പോർട്ടന്റാ? നോക്കിയോളൂ, ശ്രദ്ധിച്ചോളൂ. സൂര്യമന്ദിരം കുത്ര അസ്തി? സൂര്യന്റെ മന്ദിരം എവിടെയാണുള്ളത്? കൊണാർക്ക് ദേശേ. കൊണാർക്ക് ദേശത്തിലാണ് സൂര്യമന്ദിരം ഉള്ളത്. ഇത് നോക്കിയേ. ധ്യേയവാക്യങ്ങളും ആ മോട്ടോ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടീച്ചറെ അപ്പുറത്ത് 2 പട്ടിക പോലെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ നിങ്ങള്. സത്യം, ശിവം, സുന്ദരം എന്നുള്ളതിന്റെ ദൂരദർശനം. നിങ്ങൾക്കറിയാം ദൂരദർശനത്തിന്റെ ധ്യേയവാക്യമാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ബഹുജനഹിതായ ബഹുജന സുഖായ എന്നുള്ള ധ്യേയവാക്യം ആകാശവാണിയുടെയാണ്. യോഗക്ഷേമം വഹാമ്യഹം LIC എന്ന് പറയുന്ന സംസ്ഥയുടെയാണ്. സത്യമേവ ജയത്തെ ഭാരത സർക്കാർ, ഇന്ത്യ ഗവൺമെന്റിന്റെ ധ്യേയവാക്യമാണ്. നിങ്ങൾക്കറിയാം പോലീസിന്റെ തൊപ്പിയിലൊക്കെ അശോക ചക്രം എന്ന പാഠഭാഗത്തിൽ തന്നെ ഉണ്ട്. 44ാമത്തെ പേജില് ആ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ കൊടുത്തിരിക്കുന്നതാണ് അല്ലെ. സത്യമേവ ജയത്തെ ഭാരത സർക്കാരിന്റെ ധ്യേയവാക്യമാണ്. അടുത്തതോ യഥോ ധർമ്മസ്തോ ജയഃ. ഇത് സർവോച്ചതമ ന്യായാലയത്തിന് സുപ്രീം കോടതിയുടെ ധ്യേയവാക്യമാണ്. നഭസ്പൃശം സൂക്തം വായുസേനയുടെ ധ്യേയവാക്യമാണ്. ശംനോ വരുണഃ ജലസേന. വരുണൻ എന്ന് പറഞ്ഞ ജലം. ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴി. മൈക്ക് ഓഫ് ചെയ്യൂ. ശംനോ വരുണഃ ജലസേനയുടെ ധ്യേയവാക്യമാണ്. ധർമ്മചക്ര പ്രവർത്തനായ
ലോകസഭ, രാജ്യസഭയും ലോകസഭയുണ്ട് നമ്മളെ ഗവൺമെന്റിൽ അല്ലെ. അതിലെ ലോകസഭയുടെ ധ്യേയവാക്യമാണ് ധർമ്മചക്ര പ്രവർത്തനായ. ഇത് ഇനി അടുത്ത നോക്കിക്കേ. മൃദുഭാവേ ദൃഢകൃത്യേ കേരള ആരക്ഷക വിഭാഗ. കേരള ആരക്ഷക വിഭാഗം എന്ന് പറഞ്ഞാൽ പോലീസ്, കേരള പോലീസിന്റെ ധ്യേയവാക്യമാണ് കർമ്മണി വിദ്യതേ പ്രജ്ഞ. കേരള സർവകലാശാലയുടെ ധ്യേയവാക്യമാണ്. അപ്പൊ ഏകദേശം ടീച്ചർ വളരെ കുറച്ച് ധ്യേയവാക്യങ്ങൾ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ കുറെ ധ്യേയവാക്യങ്ങൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നോക്കി വെക്കുക. അടുത്ത നോക്കിയ 43. ശരീരം എന്നതിന്റെ സമാന പദം എന്താണ്? ദേഹം. ശരീരം എന്നതിന് സമാന പദം ദേഹം. എന്ന വാക്യം പദച്ഛേദം ചെയ്യാൻ കരൗ അധികം ഇവ. ടീച്ചർ ക്ലാസ് എടുക്കണോ നമുക്ക് ക്ലാസ് നിർത്തണോ? എന്താ വേണ്ടേ? ക്ലാസ് വേണ്ട നിങ്ങക്ക്? വേണ്ട. വേണ്ടാത്ത കുഞ്ഞുങ്ങൾക്ക് ലെഫ്റ്റ് ആവാം, വേണ്ടാത്തവർക്ക് ലെഫ്റ്റ് ആവാം. അപ്പൊ മൈക്ക് ഓഫ് ചെയ്താലും മുന്നോട്ട് പഠിക്കാൻ പറ്റൂ. മൈക്ക് ഓഫ് ചെയ്യൂ. ടീച്ചർ പറഞ്ഞാ കേൾക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഇതാരാ ഇപ്പൊ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നേ? മക്കളെ മൈക്ക് ഓഫ് ചെയ്യൂ എല്ലാവരും. അടുത്ത നോക്കിക്കോളൂ. ഹസ്തൗ സമാന പദം കരൗ. ഹസ്തൗ എന്നതിന് സമാന പദം എന്താണ്? കരൗ. ഇത് നോക്കിയ 56-56 ചോദ്യം. പൂരയത ശരീരം ഡാഷ് ശരീരാണി. ഇത് നേരത്തെ നമ്മള് പുല്ലിംഗമായ പദമാണ് പഠിച്ചതെങ്കിൽ ഇത് നപുംസകലിംഗ പദമാണ്. ശരീരം ശരീരേ ശരീരാണി. ഫലം ഫലേ ഫലാനി. അത് പേജ് നമ്പർ 48 കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാണ് വനം വനേ വനാനി, യാനം യാനേ യാനാനി, നയനം നയനേ നയനാനി, ശരീരം ശരീരേ ശരീരാണി, മിത്രം മിത്രേ മിത്രാണി. അപ്പൊ ഇനി ഇത് നപുംസകലിംഗത്തിലുള്ളതായ ഏകവചന ദ്വിവചന ബഹുവചന വാക്കുകളാണ്. ഇനി അടുത്ത നോക്കിയുള്ള 57 ചോദ്യം. കരോതി ഇത്യസ്യ ഇതി ക്രിയാപദസ്യ ധാതുഹു കഹ. കരോതി എന്ന ക്രിയാപദത്തിന്റെ ധാതു ഏതാണ്? പേജ് നമ്പർ 49 ആ പിങ്ക് കളറിൽ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. കൃഞ്ഞ് ധാതുഹു എന്ന് കൊടുത്തിട്ടുണ്ട്. കൃഞ്ഞ് ധാതു ആണ് കരോതി എന്ന ക്രിയാപദത്തിന്റെ ധാതു. അടുത്തത് മിത്രം ഇതി പദസ്യ സംബോധനാ പദം കിം? ഹേ മിത്ര. ഹേ മിത്രഹ പറയില്ല, ഹേ മിത്ര എന്നേ മാത്രമേ പറയുള്ളൂ. അടുത്ത ശ്രദ്ധിക്കുക. സഹശബ്ദയോഗേ കാ വിഭക്തി. ഇവിടത്തെ സഹ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ, ഒപ്പം എന്നൊക്കെയാണ് അർത്ഥം. ആ സഹ എന്ന ശബ്ദം വന്നാൽ അതിന് തൊട്ടു മുൻപില് എപ്പോഴും തൃതീയ വിഭക്തി മാത്രമേ വരികയുള്ളൂ. സംശയങ്ങൾ അവസാനം പറയാട്ടോ. സംശയങ്ങൾ അവസാനം കുറിച്ചു വെക്കൂ. സമാന പദം ലിഖത. ശരീരം എന്നതിന്റെ സമാന പദം ദേഹ, തനുഹു, കായഹ, വപുഹു, ഗാത്രം. ഇതാണ് ശരീരം എന്നതിന്റെ സമാന പദം. അടുത്ത മിത്രം സഖാ, സുഹൃത്ത്, വയസ്സഹ. ഇതാണ് മിത്രം എന്ന വാക്കിന്റെ സമാന പദങ്ങൾ. ഇനി നമ്മള് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായ സഹജീവി സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്നതായ നിങ്ങളെപ്പോലെ ഒരു മിടുക്കിയായ ലതയുടെ കാര്യം പഠിച്ച ഒരു പാഠം, സർവേ ഭവന്തു സുഖിനഹ എന്ന പാഠം അല്ലെ, പഞ്ചമഹാപാഠം. സർവേ ഭവന്തു സുഖിനഹ എന്നുള്ള പാഠത്തിന് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വയം തേഭ്യഃ പ്രതിദിനം ഭക്ഷണം ഡാഷ്. എത്ര പാഠമുണ്ട്? നമ്മൾ 8 പാഠം. വയം തേഭ്യഃ നമ്മൾ അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം യച്ഛാമഹ. ടീച്ചറെ കഴിയാനായ? എന്താ വിശപ്പ് വന്നോ? വിശക്കുന്നോ? അതാണോ കാര്യം? നമ്മൾ 5 പാഠം, 5ാമത് തുടങ്ങിയുള്ളൂ. ഇനി 2 പാഠങ്ങളേ ഉണ്ട്. അതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, അത് കേൾക്കാലോ കേട്ടോ. നോക്കിയോളൂ. അടുത്തത് വൃക്ഷ സമാന പദം ലിഖത. വൃക്ഷ എന്ന പദം ഈ വാക്കിന്റെ സമാന പദം എന്താണ്? പാതപഃ.
ഉപവിശതി അസ്യ ലോട്ട് രൂപം കിം? ഉപവിശതു. ഉപവിശതു. പുരതഃ ശബ്ദയോഗേ കാ വിഭക്തി? പുരതഃ എന്ന വാക്കിനർത്ഥം മുന്നിൽ എന്നാണ്. ഈ മുന്നിൽ എന്ന ഒരു വാക്ക് വന്നാൽ, പുരതഃ എന്ന ശബ്ദം ഉപയോഗിച്ചാൽ ആ വാക്കിന് തൊട്ടു മുന്നിലത്തെ പദം എപ്പോഴും ഷഷ്ടി വിഭക്തിയിലായിരിക്കും. അതിന് ഉദാഹരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്. പാഠപുസ്തകത്തില് എന്താണ്? പുരതഃ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി എന്ന പാഠഭാഗത്തിൽ തന്നെ ഒരു ഉത്തരമുണ്ട്. 53-ാമത്തെ പേജിലുണ്ട്. ലത പറയുന്ന ഉദാഹരണം, മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി എന്ന് പറയുന്ന ഭാഗം. അതുപോലെ അലം ശബ്ദയോഗേ കാ വിഭക്തി? അലം എന്ന ശബ്ദത്തിന് അർത്ഥം വേണ്ട, മതി, കൂടാതെ എന്നുള്ള അർത്ഥമാണ്. അതൊക്കെ വരുന്ന വേളയില് തൃതീയ വിഭക്തിയാണ് അവിടെ വരിക. അലം. കോലാഹലേന അലം, ഇതുണ്ടാക്കരുത് നമ്മൾ പറയില്ലേ? മൗനേന അലം, മതി, മതിയാക്കൂ, ബഹളം മതിയാക്കൂ എന്നുള്ള അർത്ഥമാണ്. ഇനി നോക്കിയേ, നിങ്ങൾ ഈ പാഠഭാഗത്തില് 2 തരത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട. സംബോധനാ രൂപങ്ങളും ഉപചാര ശബ്ദങ്ങളും. സംബോധന രൂപം എന്ന് പറഞ്ഞാല് നാമപദങ്ങളെ നമ്മൾ അതിന്റെ കൂടെ വിസർഗമോ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് പറയാം. ആ സംബോധന പദങ്ങളെ തിരിച്ചറിയാനുള്ള വഴി എന്ന് പറഞ്ഞാല് ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്, ഒരു ആശ്ചര്യ ചിഹ്നം ടീച്ചർ കൊടുത്തിരുന്നു, കണ്ടോ? പുത്രഹ. പുത്രഹ എന്നുള്ള ശബ്ദത്തിന്റെ സംബോധന വരുമ്പോ പുത്ര. മഹോദയ എന്ന ശബ്ദത്തിന്റെ സംബോധന വരുമ്പോ മഹോദയ. ഇവിടെ ആശ്ചര്യ ചിഹ്നം കൊടുത്തിട്ടുണ്ടോ? ഒരു വരയും താഴെ ഒരു കുത്തും കൊടുത്തിട്ടുണ്ട്. ആശ്ചര്യ ചിഹ്നം എന്ന് പറയാ അതിന്. ആ ആശ്ചര്യ ചിഹ്നം വരുന്നതായ പദങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? സംബോധനാ പദങ്ങൾ എന്ന് പറയുന്നത്. മല്ലികേ, മല്ലിക എന്ന സ്ത്രീലിംഗ ശബ്ദമാണ് മല്ലികേ. രാമ എന്നാവുക. ഇനി ആചാര ഉപചാര ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് എന്താ പറയാ, ഒരാള് വീട്ടിൽ വരുമ്പോ നമുക്കൊരു നമ്മുടെ സ്വഭാവമായി അല്ലെ, നമ്മൾ ഒരാളെ ആദ്യം കണ്ടാൽ വിഷ് ചെയ്യുന്നു, നമസ്തേ, ആഗച്ഛതു, ഉപവിശതു, കുശലം കിം, ശുഭരാത്രി, കഹ വിശേഷഃ, ക്ഷമ്യതാം, അഭിനന്ദനാനി. ഈ വാക്കുകളൊക്കെ ആചാര ഉപചാര ശബ്ദങ്ങളാണ്. ഈ ശബ്ദങ്ങൾ നിങ്ങളുടെ പേജ് നമ്പർ 57 പച്ച മഷിയുണ്ട് അല്ലെ, ഗ്രീൻ ഇങ്ക് കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആചാര ഉപചാര ശബ്ദങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ വളരെ കുറച്ച് മാത്രമേ അവിടെ എഴുതി കാണിച്ചിട്ടുള്ളൂ. സുപ്രഭാതം, ശുഭരാത്രി, ക്ഷമ്യതാം, അഭിനന്ദനാനി, ധന്യവാദഃ തുടങ്ങിയ വാക്കുകളൊക്കെ ആചാര ഉപചാര ശബ്ദങ്ങളായിട്ടാണ് കണക്കാക്കുക. ഇനി അതുപോലെ സമാന രൂപമായ ശബ്ദം, സമാന പദമാണ് സമാന രൂപം എന്ന് ഉദ്ദേശിക്കുക. നീടം, നീടം. പേജ് നമ്പർ 57 ടീച്ചർ വളരെ പ്രസിദ്ധമായത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുലാലഹ, കുലായഹ, പിന്നെ എന്താ നീടഹ. നീടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കൂട് എന്നുള്ള അർത്ഥമാണ്. അടുത്ത വൃക്ഷ എന്നുള്ള ശബ്ദത്തിന് മഹീരുഹ, ശാഖീ, പാതപഹ, ഇടപി, തരുഹു എന്നുള്ള പദമാണ് വൃക്ഷത്തിന്റെ പര്യായ ശബ്ദങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ശുദ്ധരൂപം ലിഖത എന്ന് പറയുന്നത് ഡാഷ് അലം, ചിന്തയാ അലം. ചിന്താ ശബ്ദം സ്ത്രീലിംഗ പദമാണ്. അതിന്റെ പുറകില് നമ്മൾ യാ ചേർക്കുന്നു, ചിന്തയാ അലം. അലം ശബ്ദം വരുമ്പോൾ അതിന് തൊട്ടു മുമ്പിലത്തെ പദം എപ്പോഴും തൃതീയാ വിഭക്തിയിലെ പറയാവൂ. അതുപോലെ നോക്കിക്കേ, ടീച്ചർ നേരത്തെ പറഞ്ഞു ഡാഷ് പുരതഃ വൃക്ഷഃ അസ്തി. പുരതഃ എന്ന ശബ്ദത്തിന് തൊട്ടു മുമ്പിലത്തെ പദം നമ്മൾ എപ്പോഴും ഷഷ്ടി വിഭക്തിയിലായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അത് പറയാ വൃക്ഷസ്യ, വൃക്ഷസ്യ പുരതഃ, വൃക്ഷസ്യ പുരതഃ, ഗൃഹസ്യ പുരതഃ വൃക്ഷഃ അസ്തി, വൃക്ഷസ്യ പുരതഃ ഗൃഹം അസ്തി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ മഹോദയ. മഹോദയ എന്ന ശബ്ദത്തിന്റെ സംബോധന രൂപമാണ് മഹോദയ. സുമാ എന്ന ശബ്ദത്തിന്റെ സംബോധന രൂപം, സുമാ എന്ന് പറയുന്ന ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അതിന്റെ സംബോധന എപ്പോഴും എ ആയിരിക്കും കേൾക്കുക. സുമേ, ലതാ, ലതേ, വനിത, വനിതേ, ബാലിക, ബാലികേ.
ആകാരാന്തമായ സ്ത്രീലിംഗ ശബ്ദത്തിന്റെ സംബോധന രൂപം എപ്പോഴും എ ആയിരിക്കും കേൾക്കുക. ഇനി അടുത്ത 6ാമത്തെ പാഠം അഭയതാ മാത എന്നുള്ള പാഠമാണ്. മദർ തെരേസയെ കുറിച്ചിട്ടുള്ള പാഠമാണ്. ആ പാഠഭാഗം നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞു. അതിൽ ക്രിയാപദങ്ങൾ, കുറെ ക്രിയാപദങ്ങൾ പറയുന്നുണ്ട്. ആ ക്രിയാപദങ്ങളെല്ലാം നമ്മള് ലങ് എന്ന ഭൂതകാലത്തിലെ ക്രിയാപദങ്ങളാണ്. ഭൂതകാല ക്രിയാപദങ്ങളെ ലങ് എന്ന ലകാരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോഴ 1ാമത്തെ ചോദ്യം, അതിലെ 70ാമത്തെ ചോദ്യം നോക്കിയോളൂ. അനയത് ഇത് പദസ്യ ലകാരഃ കഃ. ലങ് എന്ന ലകാരമാണ്. മദർ തെരേസാयै കീദൃശഃ പുരസ്കാരഃ പ്രാപ്തഃ. മദർ തെരേസയ്ക്ക് എങ്ങനെയുള്ള പുരസ്കാരമാണ് കിട്ടിയത്? ഭാരതരത്ന പുരസ്കാരഃ. സ്വാമി വിവേകാനന്ദസ്യ ഗുരുഃ കഃ? ശ്രീരാമകൃഷ്ണ പരമഹംസഃ. സ്വാമി വിവേകാനന്ദസ്യ മാതാ കാ? ഭുവനേശ്വരീ ദേവി. സ്വാമി വിവേകാനന്ദസ്യ ശിഷ്യാ കാ? ഭഗിനി നിവേദിത. ഇതിനെന്താ അതിന്റെ ഒക്കെ അർത്ഥം? സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യ ആരാണ്? സ്യ. അടുത്തത് 75ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുദേവസ്യ ജന്മസ്ഥാനം കുത്ര? ചെമ്പഴന്തി. തിരുവനന്തപുരത്താണ് ചെമ്പഴന്തി ഉള്ളത്. ശ്രീനാരായണ ഗുരുദേവസ്യ മാതാ കാ? കുട്ടിയമ്മ. കുട്ടിയമ്മയാണ് ശ്രീനാരായണ ഗുരുദേവ് അദ്ദേഹത്തിന്റെ അമ്മ. ടീച്ചറെ ഇതെല്ലാം പരീക്ഷയ്ക്ക് വരും. പരീക്ഷയ്ക്ക് വരും. ശ്രീനാരായണ പഠിക്കണം. പേജ് ഈ നാരായണ ഗുരുദേവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പേജ് നമ്പറിൽ നോക്കട്ടെ. അല്ല, അത് ഗുരുദേവനെ നമുക്ക് പഠിക്കാനുണ്ട്, അത് വരും അതില് കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. 63ാമത്തെ ചോദ്യം. അടുത്ത നോക്കിയോളൂ. ശ്രീനാരായണ ഗുരുദേവസ്യ പിതാ കഃ? മാടനാശാൻ. അച്ഛൻ ആരാണെന്നാണ് ചോദ്യം അല്ലെ? മാടനാശാനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. ശ്രീനാരായണ ഗുരുദേവന്റെ അച്ഛൻ മാടനാശാൻ. അടുത്ത നോക്കിയേ. ദൈവ ദശകസ്യ കർത്ത. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്, നാരായണ ഗുരുദേവൻ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് ദൈവ ദശകസ്യ കർത്താ കഃ? ഇപ്പൊ കയ്യോ? അടുത്ത നോക്കിയോളൂ. അപഠത് ഡാഷ് അപഠൻ. അപഠത് അപഠതാം അപഠൻ. അത് ഭൂതകാല ക്രിയയാണ്. അനയത്ത് അനയതാം അനയൻ. അതുപോലെ ഒരു ഉദാഹരണം നിങ്ങളുടെ പേജ് നമ്പർ 64 കൊടുത്തിട്ടുണ്ട്. 64. അടുത്ത നോക്കിയേ. ബാലസ്യ അസ്യ ഷഷ്ടി ബഹുവചന രൂപം കിം? ബാലസ്യ എന്ന വാക്കിന്റെ ഷഷ്ടി ബഹുവചന രൂപം എന്താണ്? ബാലാനാം. സമാന രൂപം ലിഖത. ഇതാണ് സമാന പദം. ശിശുഹു പോതഃ അർഭകഃ ശാബകഃ. മനുഷ്യഃ മനുഷ്യഃ മനുജഃ മനുജഃ മാനവഃ. മൈക്ക് ഓഫ് ചെയ്യൂ. അടുത്ത നോക്കിയോളൂ. അന്നം. അന്നം ആരോഗ്യായ എന്നുള്ള പാഠത്തിലെ ചോദ്യങ്ങളാണ്. അന്നം. ശ്വേതകേതോഹോ പിതാ കഃ? ഉദ്ദാലക മഹർഷിക്ക്. ശ്വേതകേതുവിന്റെ അച്ഛൻ ആരാണ്? ഉദ്ദാലക മഹർഷിയാണ്. ഡാഷ് ആരോഗ്യായ അനിവാര്യം. അന്നം. നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അന്നം ആവശ്യമാണ്. അന്നം അനിവാര്യം. ഗച്ഛതി ഗച്ഛസി. ഗച്ഛസി എന്ന ക്രിയാപദത്തിന്റെ ലോട്ടിലെ രൂപമാണ് ഗച്ഛ. പഠസി എന്നതിന്റെ ലോട്ടിലെ രൂപമാണ് പഠ. വദസി എന്നതിന്റെ ലോട്ടിലെ രൂപമാണ് വദ. അടുത്തത് 75ാമത്തെ ചോദ്യം. കതി ഉപനിഷദഃ സന്തി? എത്ര ഉപനിഷത്തുക്കളുണ്ട്? ദശ. 10 ഉപനിഷത്തുക്കളാണ് ഉള്ളത്. ശ്വേതകേതുഹു കതി ദിനാനി ഉപവാസം കൃതവാൻ? എത്ര ദിവസമാണ് അദ്ദേഹം ഉപവാസം ചെയ്തത്? നിങ്ങൾക്ക് കഥ പറയാം. അച്ഛൻ പറഞ്ഞു നീ 15 ദിവസം ഉപവാസം ചെയ്യൂന്ന് അല്ലെ? പഞ്ചദശ.
പഞ്ചദശ എന്നുള്ള സംസ്കൃത ലിപിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്താണ് പഞ്ചദശ ദിനാനി. 15 ദിവസമാണ് അദ്ദേഹം. ചോദിക്കും നോക്കിയോളൂ. അടുത്തത് ചോദിക്കും. 1 മുതൽ 9 വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായില്ലേ എഴുതുന്നത്. 1 മുതൽ 9 വരെ സംഖ്യ എഴുതാൻ പഠിച്ചാൽ എളുപ്പമായി ബാക്കി. അടുത്ത നോക്കിയോ. പിതാ സമാന പദം കിം താതഹ. അച്ഛൻ എന്നുള്ളതിന് സമാന പദം താതഹ ആണ്. ഇനി നോക്കിക്കേ അവിടെ ഗണേ കിം അന്തർഭവതി. കൂട്ടത്തിൽ പെടാത്തത് എന്നാണ്. കൂട്ടത്തിൽ പെടാത്തത്. ഗച്ഛസി മനസി പഠസി. ഗച്ഛസി എന്ന് പറയുന്ന ഒരു ക്രിയാപദമാണ്. പഠസി എന്ന് പറയുന്ന ക്രിയാപദമാണ്. മനസി എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മറ്റ് 2 വാക്യങ്ങൾ ക്രിയാപദമാണ്. മനസ്സി എന്നുള്ള പദം നാമപദമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം മനസ്സിൽ എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് അതാണ് ആ കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത നോക്കിയോളൂ. അപഠത് അലിഖത് ബാലാത്ത്. കാണുമ്പോ ഒരേപോലെ ഇരിക്കുകയാണ്. അപഠത് എന്ന് പറഞ്ഞാൽ പഠിച്ചു. എന്താണ് അലിഖത് എന്ന് പറഞ്ഞാൽ എഴുതി. ബാലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ബാലനിൽ നിന്നും, കുട്ടിയിൽ നിന്നും എന്നാണ് വാക്ക്. അപ്പൊ അതാണ് ആ കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ ബാലാത്താണ് അതിന്റെ ഉത്തരം. അടുത്ത നോക്കിക്കേ. പിതാ ജനകഹ താതഹ ഒക്കെ പിതാവിന് പര്യായ പദങ്ങളാണ്. പിതാ ജനകഹ ഛാത്രഹ. ഛാത്രഹ എന്ന വാക്കിനർത്ഥം കുട്ടി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് കൂട്ടത്തിൽ പെടാത്തത് കുട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യവും പരീക്ഷയ്ക്ക് ഉണ്ടാവും ചോദ്യത്തിന്. അടുത്ത ചോദ്യം. ആരോഗ്യായ ഡാഷ് ആഹാരം ആവശ്യകം. ആരോഗ്യത്തിനു വേണ്ടി ആരോഗ്യായ പോഷക സമൃദ്ധം ആഹാരം ആവശ്യകം. എങ്ങനെയും ഭക്ഷണം കഴിച്ചാൽ പോരാ, നമുക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം വേണം കഴിക്കാൻ. അടുത്ത നോക്കിയേ. ഹോക്കി. ഹോക്കി എന്നുള്ള നമ്മൾ 8ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 8ാമത്തെ പാഠത്തിന്റെ ചോദ്യങ്ങള് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ആ പാഠഭാഗവുമായിട്ടുള്ളത്. നോക്കിയോളൂ. ഹോക്കി ക്രീഡായാം കതി ക്രീഡകാഹ സന്ധി. ഹോക്കി കളിക്കാൻ എത്ര ക്രീഡകരാണ്, എത്ര കളിക്കാരുണ്ട്? ക്രീഡകാഹ എന്ന് പറഞ്ഞാൽ കളിക്കാരെന്നാണ്. ഏകാദശ 11 എന്നാണ്. 11 എന്നാണ് അതിന്റെ അർത്ഥം. ഒളിമ്പിക് സ്പർദ്ധായാം ഭാരതസ്യ പ്രഥമതയാ സുവർണ പതക്കം പ്രാപ്ത ക്രീഡാക. ചോദ്യം ഇതാണ്. ചോദ്യത്തിന് അർത്ഥം ഇങ്ങനെയാണ്. ഒളിമ്പിക്സ് നിങ്ങൾക്ക് അറിയാം. ഒളിമ്പിക്സ് മത്സരത്തിൽ ഭാരതത്തിന് ആദ്യമായി ഗോൾഡ് മെഡൽ അല്ലെ, സുവർണ പതക്കം എന്ന് പറഞ്ഞ ഗോൾഡ് മെഡൽ കിട്ടിയ കളി ഏതാണ്? ഹോക്കിയാണ്. അതുപോലെ ഭാരതസ്യ ക്രീഡ, ഭാരതത്തിന്റെ കളി എന്താണ്? ഹോക്കിയാണ്. അടുത്തത് ക്രീഡകാഹ ഡാഷ് സന്ധി. ക്രീഡകാഹ ക്രീഡാങ്കണേ സന്ധി അല്ലെ, ക്രീഡാങ്കണത്തിലുണ്ട്. കന്ദുകഹ ഡാഷ് അസ്തി മസ്തകെ. കന്ദുകഹ മസ്തകെ അസ്തി. മസ്തകെ എന്ന തലയിലുണ്ട്. കന്ദുകഹ മസ്തകെ അസ്തി. ജാവലിൻ ഡാഷ് അസ്തി. ജാവലിൻ നിങ്ങൾക്ക് അറിയാം, ആ സ്പോർട്സ് ഇങ്ങനെ അല്ലെ, ഒരു വടി പോലെ ഇങ്ങനെ നീളത്തിൽ എറിയുന്ന ഒരു എന്താണ് കളിക്കാനുള്ള ഒരു വസ്തുവാണ് അല്ലെ. ഇപ്പൊ ജാവലിൻ ത്രോ എന്നൊക്കെ കേൾക്കില്ല, നമുക്കറിയാലോ. നിങ്ങൾക്ക് സ്പോർട്സ് ഡേ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ജാവലിൻ എവിടെയുള്ളത്? ഹസ്തേ അസ്തി. ഹസ്തേ എന്ന വാക്കിനർത്ഥം കയ്യിലുണ്ട്. നൗകാ ക്രീഡകാഹ കുത്ര സന്ധി. നൗകാ ക്രീഡകർ എന്താണ്? വഞ്ചി, തോഴി അല്ലെ, തോണി ചെയ്യുന്നവർ എവിടെയാ ഉള്ളത്? ഉടുമ്പേ സന്ധി അല്ലെ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൂടെ എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കിയേ, നല്ല ഭംഗിയുണ്ട് അല്ലെ പൂവൊക്കെ കാണാൻ. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? വെറുതെ അല്ല, എന്താണ് അതിന്റെ കളർ പഠിക്കാൻ പോവാണ്, നിറം പഠിക്കാൻ പോവാണ്. അപ്പൊ പീതവർണ്ണ. ആദ്യത്തെ ചിത്രം മഞ്ഞ നിറത്തിന് സംസ്കൃതത്തിൽ പറയുന്നത് പീതവർണ്ണ. ചുമന്ന കളറിന് പറയുന്ന പേര് രക്തവർണ്ണ. രക്തവർണ്ണ. പച്ച നിറത്തിന് പറയുന്ന പേര് ഹരിതവർണ്ണ. ഹരിതവർണ്ണ.
കൃഷ്ണവർണ്ണ. കൃഷ്ണവർണ്ണ കാരണം നിങ്ങൾ നമ്മൾ പറയുമ്പോ തന്നെ ആ കളർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. കൃഷ്ണവർണ്ണ എന്ന് വെച്ചാൽ കറുത്ത നിറം. പീതവർണ്ണ മഞ്ഞ നിറം. രക്തവർണ്ണ ചുമപ്പ് നിറം. ഹരിതവർണ്ണ പച്ച നിറം. കൃഷ്ണവർണ്ണ കറുപ്പു നിറം. നീലവർണ്ണ നീലവർണ്ണം. കപിശവർണ്ണ എന്താണ്? ശ്യാമവർണ്ണ എന്നും പറയാം. ശ്യാമഹ അല്ല ശ്യാമവർണ്ണ. മിടുക്കി. കൃഷ്ണവർണ്ണം എന്നും പറയാം, ശ്യാമവർണ്ണം എന്നും പറയാം അല്ലേ. അപ്പൊ അടുത്താണ് കപിശവർണ്ണ. നിറം നിങ്ങൾക്ക് ഉണ്ടല്ലേ, ബ്രൗൺ കളറിനെ കപിശവർണ്ണം എന്ന് പറയാം. പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായ ആ പൂക്കളുടെ നടുക്ക് ഏത് നിറമാണുള്ളത്? പൂക്കളുടെ നടുക്ക് കാണുന്ന നിറം വെള്ള നിറം അല്ലേ. ആ വെള്ള നിറത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ശ്വേതവർണ്ണ. ശ്വേതവർണ്ണ എന്നാണ് പറയാ. ശ്വേതവർണ്ണ വെച്ചാൽ വെളുത്ത നിറം. പിന്നെ ടീച്ചർ അടുത്തതായിട്ട് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ തീരാറായി, ക്ലാസ് കഴിയാറായി. നോക്കിയോളൂ. അതില് പേജ് നമ്പർ എത്രയാ? ഇത് പേജ് നമ്പർ അല്ല മോളെ, എല്ലാം കൂടെ ചേർത്ത് ടീച്ചർ എഴുതിയതാ. നോക്കിയോളൂ. ഭാരതസ്യ വനിതാ ക്രിക്കറ്റ് ദളസ്യ നേതാക്കഃ. വനിതാ ക്രിക്കറ്റ് ദളം. വനിതാ എന്ന വിമൻസ് ക്രിക്കറ്റ് അല്ലേ. ഇപ്പൊ പെൺകുട്ടികളും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആ ക്രിക്കറ്റിന്റെ ക്യാപ്റ്റൻ ആരാണ്? ക്യാപ്റ്റൻ ആരാണെന്ന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. നിങ്ങളുടെ ഹോംവർക്ക് ഇത് എഴുതി ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നാളെ നിങ്ങളുടെ ടീച്ചറിനെ കൊണ്ട് കൊടുക്കണം. ഉത്തരം ടീച്ചറിന് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി കൊടുക്കണം. പറയണ്ട. ഇപ്പൊ പറയണ്ട നിങ്ങൾ. നോക്കിയോളൂ. ഭാരതസ്യ വനിതാ ക്രിക്കറ്റ് ദളസ്യ നേതാക്ക. ഇങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അതോ ദത്തേഷു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രാപ്തഃ കഃ. കുറച്ചും കൂടെ പറഞ്ഞു. ഇപ്പൊ തീരും. 5 മിനിറ്റ്. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളെ ഇപ്പൊ തീരും ക്ലാസ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നൊന്ന് പറഞ്ഞു തരട്ടെ. അതോ ദത്തേഷു താഴെ തന്നിരിക്കുന്നതില് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച, നമുക്ക് എന്താണ്, ചലച്ചിത്ര രംഗത്തില് പരമോന്നതമായ ഒരു അവാർഡാണ്. ആ അവാർഡ് ഈ വർഷം ആർക്കാണ് കിട്ടിയത്? കുറച്ചു പേരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. MS ധോണി, മോഹൻലാൽ, ഫഹദ് ഫാസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ്? മൈക്ക് മ്യൂട്ട് ചെയ്യൂ. എല്ലാവരുടെ ഉത്തരം ശരിയാണ്. എല്ലാവരുടെ ഉത്തരം ശരിയാണ്. നോക്കിയോളൂ. അടുത്തത് കേരളസ്യ രാജ്യഫലം. കേരളത്തിന്റെ ദേശീയ ഫലം കേരളത്തിന്റെ രഥോത്സവ നഗരി. രഥോത്സവങ്ങളുടെ നാട്. രഥോത്സവം നടക്കുന്ന നോക്കിയേ കൽപ്പാത്തി. നോക്കിയേ ഏവമസ്തു. ഏവമസ്തു എന്നുള്ള വാക്യം ഇതുപോലെ തരും. നമ്മൾ പിരിച്ചെഴുതണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ അടുത്തുള്ള സന്ധിച്ഛേദമായ പദങ്ങളാണ്. അത് ശ്രദ്ധിച്ച് പിരിച്ചെഴുതാൻ ശ്രമിക്കുക. അടുത്ത നോക്കിക്കേ. കന്തുകഃ ഡാഷ് അസ്തി. നമ്മൾ ഉത്തരം കുറച്ചും മുമ്പ് പഠിച്ചത്. അതുപോലെ 2 ഉത്തരം തന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തെഴുതാൻ ചോദിക്കും. അതുപോലെ നോക്കിയേ. പിതാ ആഗച്ഛതി. സഹ എന്ന ശബ്ദത്തിന്റെ മുൻപില് ചാർജില്ല. ടീച്ചർ നോക്കിയോളൂ. ടീച്ചർ ചാർജ് അടുത്ത വളരെ ശ്രദ്ധിക്കൂ. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യൂ.
നോക്കിയോളൂ. ഇതുപോലെ ഈ വാക്കുകൾ തിരിച്ച് താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദം നിർമ്മിക്കുകയാണ്. ഈ വാക്കുകളൊക്കെ ഈ പദങ്ങള് തിരിച്ചാണിരിക്കുന്നത്. അത് ക്രമത്തിൽ എഴുതി കറക്റ്റ് ആയിട്ടുള്ള ശരിയായ ഉത്തരം. ഇതൊക്കെ നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ചോദിക്കും. അനാഥബാല. മിടുക്കരാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിരുന്ന ക്ലാസ് തീരുകയാണ്. സംഖ്യകള് ടീച്ചറൂടെ കൊടുത്തിട്ടുണ്ട്. സംഖ്യകള് സംസ്കൃതത്തിൽ എഴുതുന്ന സംഖ്യകൾ 50 വരെ ഉണ്ട്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ടീച്ചർ ഒന്ന് എളുപ്പം പറഞ്ഞു തരാം. ഏകം, ദ്വേ, അല്ലെങ്കിൽ ത്രീണി പറയാം. ചത്വാരി, പഞ്ച, ഷഡ, സപ്ത, ദശ, ഏകാദശ, ദ്വാദശ, ത്രയോദശ, ചതുർദശ, പഞ്ചദശ, ഷോഡശ, സപ്തദശ, അഷ്ടദശ, നവദശ, വിംശതി, ഏകവിംശതി, ദ്വാവിംശതി, ത്രയോവിംശതി, ചതുർവിംശതി, ത്രയോദശ, ഹലോ ടീച്ചർ. ടീച്ചർ പോയോ? ശബ്ദരായിരിക്കേ. പോയാ? എല്ലാവരും മിസ്സോയി ടീച്ചറെ ബാക്കി പറഞ്ഞോ. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇത്രയാണ് സമയം അതിക്രമിച്ചു. അവർക്ക് ഇരിക്കാൻ ക്ഷമ കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ. 1-2 കാര്യങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ടീച്ചറൊന്നും ക്ലിയർ ആവുന്നില്ല. ടീച്ചറൊന്നും ക്ലിയർ ആവുന്നില്ല. ടീച്ചറെ ഇത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. എല്ലാം അയച്ചു തരും. ഒന്നും ക്ലിയർ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കൂല. കാരണം കുറെ പേര് പറയുമ്പോ ആരും കേൾക്കൂല. കോലാഹലം ആവും ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഏതായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വളരെ നന്നായിട്ട് ക്ലാസ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ്. അപ്പം അത് വെച്ച് പഠിക്കാം. അതുകൂടാതെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതില് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറാവുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാ ചോദ്യവും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ടീച്ചേഴ്സ് നിങ്ങൾക്ക് അയച്ചു തരും.
Thank you, ma'am. ഓക്കെ അല്ലേ? Thank you, teacher. രാം രാം രാം. Thank you, sir and teacher. Thank you. Thank you,